ചെന്നൈക്ക് ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ട്രെയിനിൻ്റെ ആ ഒരു ഋതുവും ശബ്ദവും അപ്പോൾ ഒരു ഇൻസ്പിറേഷനായി ഒരു ട്യൂൺ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത് ഉടനെ ബാത്റൂമിലോട്ട് ട്രെയിനിൻ്റെ ബാത്റൂമിൽ കയറിയിട്ട് നമുക്ക് 1-2 ഓപ്ഷൻ അവിടെ കിട്ടും, ഇന്ന ഏരിയയിൽ കിട്ടുമെന്ന് ചോദിച്ചാൽ പുള്ളി എന്നെ എടുത്ത വഴിക്ക് തെറി വിളിച്ചു. ലൈക്ക് എൻ്റെ അടുത്ത് ലിറിക്സ് മാറ്റി പറയാൻ നീ ആരാണ്, നിനക്ക് ഇതിനെപ്പറ്റി എന്താ അറിയാവുന്ന രീതിയിൽ. ഇടയ്ക്ക് എനിക്ക് സോങ്സ് അതിമനോഹരമായിട്ട് പിക്ചറൈസ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നിയിട്ടുള്ള തല്ലുമല എന്ന് പറഞ്ഞ മൂവി. എ.ആർ. റഹ്മാൻ ചെയ്യുകയാണെങ്കിൽ പോലും പല കമ്പോസേഴ്സിനും പല ഡയറക്ടേഴ്സിനും വേണ്ടി അദ്ദേഹം ഒരുപാട് ട്യൂൺസ് ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് എന്താ എ.ആർ. റഹ്മാൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആർട്ട് മോശമാണോ, നമ്മുടെ മ്യൂസിക് മോശമായതുകൊണ്ടാണോ റിജക്റ്റ് ആയിപ്പെട്ടത് എന്നൊക്കെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരും. അല്ല, നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് TV കാണുമ്പോൾ ചിലർ കളിയാക്കുമ്പോൾ ചിലപ്പോൾ നമുക്കറിയാതെ നമ്മൾ ചെയ്ത വർക്കായിരിക്കുമല്ലോ, പക്ഷേ പിണ്ടില്ലല്ലോ. പക്ഷേ എനിക്കൊന്ന് ഒരേ ഒരു റേഡിയോ സ്റ്റേഷൻ മാത്രം ആ സോങ് പ്ലേ ചെയ്തിട്ടില്ല. എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് മലയാളത്തിൽ സോങ്സ് പിക്ചറൈസ് ചെയ്യാൻ ഇപ്പം, പണ്ടങ്ങനെയല്ല, ഇപ്പം വേണ്ടത്ര ഇമ്പോർട്ടൻസ് പലപ്പോഴും കൊടുക്കാറില്ല എന്ന് തോന്നാറുണ്ട്. ഹായ് ഓൾ. ഇപ്പം ഞാൻ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? യെസ്, ജീവാംശമായ സംഗീതങ്ങൾ പോലെ ഒരുപാട് മെലഡീസും റൊമാൻറ്റിക് സോങ്സും ഒക്കെ നമുക്ക് സമ്മാനിച്ച കൈലാസ് മേനോൻ എന്ന മ്യൂസിക് ഡയറക്ടറുടെ സ്റ്റുഡിയോയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കെ സ്പേസിലാണ്. സോ ചേട്ടൻ അവിടെ കുറച്ച് മ്യൂസിക്കും പരിപാടികളൊക്കെ ആയിട്ട് തിരക്കിലാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് കൈലാസ് ചേട്ടൻ്റെ അടുത്ത് പോയി നോക്കാം. കമ്മ. ഹായ്. ഹായ് മായ. ഹായ്. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കുന്നോ? വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഹാപ്പിനെസ്സിന് ഒരു ഇരട്ടി മധുരം കൂടി ഉണ്ട് അല്ലേ? അതെ. ഫിലിം ഫെയർ അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പം അതിൽ ബെസ്റ്റ് മ്യൂസിക് ആൽബത്തിനുള്ള വാശിയിലുള്ള സോങ്സിനാണ്. അപ്പൊ എന്തായാലും നമുക്ക് അതിലുള്ളൊരു പാട്ടിൽ തന്നെ തുടങ്ങാം എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും. യാതൊന്നും പറയാതെ എന്റെ ഫേവറേറ്റ് സോങ് ആണ്. ആണോ? ഓക്കെ. അതിന്റെ പാട്ട് പാടിക്കൊണ്ട് തുടങ്ങാന്നാണ് ഉദ്ദേശിച്ചത്. പാട്ട് പാടിക്കൊണ്ട്. ഓക്കെ, എന്നാൽ 4 വരി മൂളാം. കാതിലരുളാൻ പാതിവരി തൻ ഈണമിനി എന്തിനായി, താനയകമേ വീണു പിടയും പ്രാണനിനി എന്തിനായി, പാതി വഴി തീരുമ്പോൾ നീയകലെ മായുമ്പോൾ നീരണിയുമാശ എന്തിനായി, ഞാനൊരുകുമോർമ്മ എന്തിനായി, യാതൊന്നും പറയാതെ രാവേ പോകുന്നു പടിവാതിലൂടെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോർഷനാണ് അത്. അപ്പം എന്തായാലും നമുക്ക് ആ ഒരു പാട്ടിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് കലാസാറിന്റെ ഏറ്റവും ഫസ്റ്റ് ഹിറ്റാണ് ജീവാംശമായാണ്. അതിൽ ടൊവിനോ ആണ്. ഫസ്റ്റ് ഫിലിം ഫെയർ അവാർഡും ആ ഒരു പാട്ടിന് കിട്ടി. സെക്കൻഡ് പിന്നെ ഒരു ഭയങ്കര ഹൈപ്പിലേക്ക് പോകുന്നത് നീ ഹിമമഴയായി. അത് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ഫിലിം ഫെയർ അവാർഡ് കിട്ടുന്നതും ടൊവിനോയുടെ പടത്തിന്റെ മ്യൂസിക്കിന്. അപ്പം ടൊവിനോ ശരിക്കും ഒരു ലക്കി ചാം അല്ലേ? കാരണം ഇതിനു മുന്നേ സ്റ്റാർട്ട് ചെയ്ത സമയത്തും സ്റ്റാറിംഗ് പവർ അതിലും ടൊവിനോ ഉണ്ടായിരുന്നു. അതിൽ ടൊവിനോ ആന്റി ഹീറോ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഹീറോ ആയിട്ട് സണ്ണി വെയിൻ ആയിരുന്നു. പക്ഷെ ആ മൂവി ഇറങ്ങിയില്ല, ഷൂട്ട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ വേണമെങ്കിൽ പറയാം. ടൊവിനോ വിളിച്ചിരുന്നു ഈ അവാർഡ് കിട്ടിയ സമയത്ത്? ഇത് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതെ അതെ. എന്ത് പറഞ്ഞു? പുള്ളി ഹാപ്പി ആയിരുന്നു. അതെ, തീർച്ചയായിട്ടും നമ്മൾ വർക്ക് ചെയ്യുന്ന മൂവിയിലെ ആർക്ക് എന്ത് അംഗീകാരം കിട്ടിയാലും എല്ലാവരും ഹാപ്പി ആവുമല്ലോ. അതിപ്പോൾ ആർക്ക് എപ്പോൾ കിട്ടുന്നൊന്നും പറയാനും പറ്റില്ല. വാശി ഇതുപോലെ ഒരുപാട് ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്തൊരു വർക്കാണ്. മാത്രമല്ല അതിൻ്റെ ഓവറോൾ സൗണ്ടിങ്ങിലും മ്യൂസിക് പ്രൊഡക്ഷനിലും ഒക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടില്ലാത്ത രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള വർക്കായിരുന്നു വാശി. അപ്പോൾ അതിന് അങ്ങനത്തെ റെക്കഗ്നീഷൻ കിട്ടുമ്പോൾ കുറച്ചുകൂടെ സന്തോഷം കൂടുതലായിരിക്കും. ഇപ്പം ഇവിടെ ഇത് തുടങ്ങുന്ന സമയത്ത് ചെയ്ത ഫസ്റ്റ് മ്യൂസിക് ആൽബം എനിക്ക് തോന്നുന്നു ഫൈനൽസിലാണ്. ഈ ഒരു കെ സ്പേസ്, ഈ ഒരു സ്റ്റുഡിയോ മീൻസ് സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ചെയ്തത് ഫസ്റ്റ് ഏതായിരുന്നു? അങ്ങനെയല്ല, ജസ്റ്റ് ഫൈനൽസ് എന്ന് പറഞ്ഞ മൂവി ഞാൻ ഒരു മ്യൂസിക് ലേബിളിൽ തുടങ്ങിയപ്പം ചെയ്തിട്ടുള്ള ആദ്യത്തെ മൂവിയായിരുന്നു ഫൈനൽസ്. എൻ്റെ സ്വന്തം ലേബിളിൽ വന്ന ആൽബം. അങ്ങനെ ഈ ഒരു മ്യൂസിക് സ്റ്റുഡിയോന്ന് പിറന്ന പാട്ടുകൾ ഏതൊക്കെയാണ്? അത് കഴിഞ്ഞ് വന്നിട്ടുള്ള മിക്ക പാട്ടുകളും ഇവിടെയൊക്കെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതെ അതെ അതെ. വാശിയും ഇവിടെ നിന്നാണോ? വാശി ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റുഡിയോ ചെയ്തിട്ടില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതെ. ഒരുപാട് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് പടങ്ങൾ തിയേറ്ററിൽ ഓടുന്നതിലൊക്കെ കൈലാസേട്ടൻ്റെ മ്യൂസിക് ഉണ്ട്. ഇപ്പം ബിഗ് ബെൻ, പിന്നെ ലിറ്റിൽ ഹാർട്ട്സ്, ഇതിലൊക്കെ ഉണ്ട്. ഒരുപാട് പടങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് വരുന്ന സമയത്ത് അതിന്റെ മ്യൂസിക് കമ്പോസ് എങ്ങനെയാണ് ആ ഒരു മൂഡ് പിടിക്കാറ്? പലപ്പോഴും ഒരുമിച്ച് ചിലപ്പോൾ റിലീസാവുന്നതായിരിക്കും. എല്ലാം കൂടെ ചിലപ്പോൾ ഒരുമിച്ച് വർക്ക് നടക്കണമെന്നാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മൂവിയും അതിൻ്റെ ഡയറക്ടേഴ്സിനും അതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനൊക്കെ കൃത്യമായ ധാരണയുണ്ടാവും എങ്ങനെ വേണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും അവർക്ക് എന്ത് വേണം, ആ മൂവി എന്ത് ഡിമാൻഡ് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് അക്കോർഡിംഗ്ലി
അതിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാന്നേ ഉള്ളൂ. മേ ബി ഒരുപാട് വർക്കുകൾ, പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോഴ്സ് ചിലപ്പോൾ അതാണ് ഏറ്റവും ചെറിയ ബുദ്ധിമുട്ട് വരിക. അതായത് 1-2 മൂവീസിൻ്റെ അല്ലെങ്കിൽ 2-3 മൂവീസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കറങ്ങിത്തിരിഞ്ഞ് ഒരേ ടൈമിൽ സ്റ്റാർട്ട് ചെയ്യേണ്ട അവസ്ഥ വരുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി വർക്ക് ലോഡൊക്കെ ഏറ്റവും കൂടുന്നതും ഏറ്റവും നമ്മൾ തിരക്കുള്ള ഒരു സമയത്തോട്ട് പോവുക. മാറിപ്പോവാറുണ്ടോ? മീൻസ് അറ്റ് ടൈം വരുന്ന ദിവസം BGM ഒക്കെ നമ്മൾ മീൻസ് ഈ ഒരു മീൻസ് കീബോർഡിലായിരിക്കുമല്ലോ എനിക്ക് തോന്നുന്നു. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ഏതാ? ഞാൻ കീബോർഡാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മളെല്ലാ ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യുമല്ലോ. ഇപ്പം ഒരു പെർട്ടിക്കുലർ, അതായത് എല്ലാ ഇൻസ്ട്രുമെന്റ്സും നമ്മൾ യൂസ് ചെയ്തല്ലേ പറ്റുള്ളൂ ഒരു മ്യൂസിക് ഡയറക്ടർ. കീബോർഡ് ജസ്റ്റ് ഒരു നമുക്ക് കൺവേ ചെയ്യാൻ മാത്രമുള്ള, കീബോർഡ് ആണെങ്കിൽ നമ്മൾ വോക്കലി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഉപകരണം മാത്രമാണ്. പക്ഷെ എല്ലാവരും ഒരു കൊളാബറേഷനാണ് ആക്ച്വലി വർക്ക്. അതെ, നമ്മൾ ജയറാമിൻ്റെ ഏതൊരു സിനിമയിൽ വരുന്ന ഭാവന വരുന്ന യന്ത്രം എന്നൊക്കെ പറയും പോലെ മ്യൂസിക് വരാൻ വേണ്ടിയിട്ട് പ്രത്യേക ആംബിയൻസോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയില്ല. എവിടുന്നും വരാം, എവിടുന്നും വരാതിരിക്കുകയും ചെയ്യാം. നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ സ്റ്റുഡിയോയിൽ ഇരുന്നെന്ന് വെച്ചാൽ ഒന്നും വരണം നിർബന്ധമില്ല. ചിലപ്പം യാത്ര ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ സ്ട്രൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ കുളിക്കുമ്പോഴായിരിക്കും, കഴിക്കുമ്പോഴായിരിക്കും, അതെപ്പോൾ വേണമെങ്കിലും ആയിരിക്കാം. ഉറങ്ങുമ്പോൾ പോലും ചിലപ്പോൾ നമ്മളറിയാതെ, ഇത് ഒരുപാട് കമ്പോസേഴ്സ് പറഞ്ഞിട്ടുള്ളതാണ്. ഉറക്കത്തിൽ ട്യൂൺ കിട്ടി അപ്പം തന്നെ എണീറ്റ് ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ച് അടുത്ത ദിവസം പാട്ടാക്കിയ ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു മ്യൂസിക് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട്, മിക്കവാറും എല്ലാ കമ്പോസേഴ്സിനും പലപ്പോഴും ഏറ്റവും നല്ല ഐഡിയാസ് പലപ്പോഴും സ്ട്രൈക്ക് ചെയ്യുന്നത് സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ ആവണമെന്നില്ല. ഞാൻ പണ്ട് സ്റ്റാർട്ടിംഗ് പൗർണമി എന്ന് പറഞ്ഞ മൂവി ചെയ്തപ്പം അതിലൊരു ട്രെയിനിൽ സംഭവിക്കുന്ന ഒരു സോങ് വേണമായിരുന്നു. അപ്പം ഞാൻ ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് ചെന്നൈക്ക് ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ട്രെയിനിൻ്റെ ആ ഒരു ഋതുവും ശബ്ദവും അപ്പോൾ ഒരു ഇൻസ്പിറേഷനായി ഒരു ട്യൂൺ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത് ഉടനെ ട്രെയിനിൻ്റെ ബാത്റൂമിൽ കയറിയിട്ട് ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ചെന്നൈയിൽ സ്റ്റുഡിയോയിൽ പോയിട്ടാണ് നമ്മളതൊരു ഫുൾ സോങ് ആയിട്ട് മാറ്റുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഏറ്റവും രസകരമായിട്ടുള്ള പല പാട്ടുകൾ സംഭവിക്കുന്നത് ആക്സിഡൻ്റലി ആയിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെ. കാരണം ചിലപ്പം നമ്മുടെ മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്നതും നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നതും അതിൽ നിന്നൊക്കെ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു ആർട്ട്. ഏതൊരു ആർട്ടും നമ്മളിപ്പം വേറെ വല്ല രാജ്യത്തും ജനിച്ചിരുന്നെങ്കിൽ അവിടുത്തെ മ്യൂസിക് സ്റ്റൈൽ നമുക്ക് ആവുന്നത് എങ്ങനെയാണ്, നമ്മളത് അവിടുത്തെ മ്യൂസിക് കേട്ട് ശീലമായതുകൊണ്ടായിരിക്കുമല്ലോ നമുക്ക് അവിടുത്തെ സ്റ്റൈലിൽ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കാലങ്ങളായി കേട്ടിട്ടുള്ള നല്ല നല്ല മ്യൂസിക്കുകളൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. അതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസും ഇൻസ്പിറേഷനും ഒക്കെയാണ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ മ്യൂസിക് നമ്മുടെ ആർട്ടായിട്ട് പുറത്ത് വരിക. അപ്പോൾ അത് ചിലപ്പോൾ സ്ട്രൈക്ക് ചെയ്യുന്നത് എപ്പോഴാണെന്ന് പറയാനേ പറ്റില്ല. ചിലപ്പോൾ ഏതെങ്കിലും ഒരു പാട്ട് കേട്ടതിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷ്വലിൽ നിന്നോ എവിടെന്നെങ്കിലും ആയിരിക്കും ചിലപ്പോൾ നമുക്ക് അത് സ്ട്രൈക്ക് ചെയ്യാം. അതെ. ഇപ്പം ഫിലിം മ്യൂസിലേക്ക് വരുന്നതിന് മുന്നേ ആഡ്സിലായിരുന്നു ഒരു 1000-ലധികം ആഡ്സ് ചെയ്തിട്ടുണ്ട്. അതെ. അപ്പം ശരിക്കും ജിംഗിൾസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ചിന്തിച്ച് ചെയ്യേണ്ട, കാരണം ഒരു കൊമേഴ്ഷ്യലി ചെയ്യേണ്ട ഒരു സാധനമാണ്. അത് എങ്ങനെയാണ്? അത് ഭയങ്കര ഹിറ്റായിരുന്നു. എല്ലാ പരസ്യങ്ങളും അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഇപ്പോഴും ചെയ്യുന്നുണ്ട്, ഒരുപാട് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും ഫിലിം മ്യൂസിക്കിലേക്ക് വരുമ്പോൾ ഒരു ചേഞ്ച് എങ്ങനെയാണ് വരുന്നത്? രണ്ടും ടോട്ടലി രണ്ട് ഇൻഡസ്ട്രി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നമുക്ക്. അതായത് ഫിലിം ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന പോലെയേ അല്ല ആഡ് ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നത്. രണ്ടിനും രണ്ട് സ്റ്റൈൽ ഓഫ് വർക്കിംഗ് ആണ്. മ്യൂസിക്കലി മാത്രമല്ല, ക്ലയൻറ്റിനെ ഡീൽ ചെയ്യുന്നതിലാണെങ്കിലും പ്രൊഫഷണലിസത്തിലാണെങ്കിലും എല്ലാത്തിലും രണ്ട് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ആഡ്സിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്ര എളുപ്പമല്ല ആഡ്സിന് മ്യൂസിക് ചെയ്യാൻ. കാരണം മ്യൂസിക് ചെയ്യാന്നുള്ളതിനേക്കാൾ ഉപരി ക്ലയൻറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യാനും ഡീൽ ചെയ്യാനും ഒക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ വൺസ് നമ്മൾ എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ മേഖലയിൽ നമുക്ക് ഒരു നാക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്ലയൻസ് നമുക്ക് വീണ്ടും റിപ്പീറ്റ് ക്ലയൻസ് പോലെയാണ് വന്നുകൊണ്ടിരിക്കുക. സിനിമയിൽ എപ്പോഴും നമ്മുടെ സക്സസ്സും നമ്മുടെ ലാസ്റ്റ് റിലീസായ പാട്ടിൻ്റെ സക്സസ്സും അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള കണക്ഷൻസും ലൈക്കബിലിറ്റി എല്ലാം നമുക്ക് വർക്കുകൾ വരാനും ഒക്കെ ഹെൽപ്പ് ചെയ്തും അങ്ങനെ സംഭവിക്കാം. പക്ഷെ ആഡ്സിൽ അങ്ങനെയൊന്നുമല്ല. നമുക്ക് ആ ക്ലയൻറ്റിനെ എങ്ങനെ കറക്റ്റായി സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നു, എങ്ങനെ അതിൻ്റെ ഔട്ട്പുട്ട് കറക്റ്റായി കൊടുക്കാൻ പറ്റുന്നു, നമുക്ക് വീണ്ടും ആഡ്സ് വന്നുകൊണ്ടേയിരിക്കും. അവിടെ ഒരു ഫേവറിറ്റിസോ പൊളിറ്റിക്സോ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ പറയാറില്ലേ ചില ലോബിയോ ടീം എന്നൊക്കെ പറയില്ലേ, അങ്ങനൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യമുള്ള വെച്ചാൽ ഭയങ്കര പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആഡ്സിന് മ്യൂസിക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇവരിങ്ങനെ കറക്ഷൻസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇവിടുന്ന് സ്റ്റാർട്ടിങ്ങിൽ ദേഷ്യമല്ല, സ്റ്റാർട്ടിങ് സ്റ്റേജിൽ വിഷമമായിരുന്നു. ലൈക്ക് നമ്മൾ തുടങ്ങിയ കാലത്ത് നമുക്ക് ഇത് റിജക്ട് ചെയ്യപ്പെടുമ്പോഴൊക്കെ നമുക്ക് നമ്മുടെ ആർട്ട് മോശമാണോ, നമ്മുടെ മ്യൂസിക് മോശമായതുകൊണ്ടാണോ റിജക്റ്റ് ആയിപ്പെട്ടത് എന്നൊക്കെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരും. അപ്പോഴൊക്കെ നമുക്ക് ഭയങ്കര റിജക്റ്റ് ചെയ്യപ്പെടുമ്പോൾ എപ്പോഴും എല്ലാവർക്കും സങ്കടം ഉണ്ടാവും. അതിൽ നിന്ന് ഓവർകം ചെയ്യാന്നുള്ളത് എല്ലാവർക്കും എളുപ്പമല്ല.
പക്ഷെ എനിക്കന്ന് മ്യൂസിക് തുടങ്ങുന്ന സമയത്ത് എനിക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഫിലിമും ഇല്ല, അങ്ങനെ വേറെ മേഖലയൊന്നും, ആഡ്സ് മാത്രമാണ് എനിക്ക് വന്നുകൊണ്ടിരുന്നത്. സോ എനിക്ക് അത് റിജക്ട് ചെയ്യപ്പെട്ടാൽ വേറെ ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ളതായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ വേറെ മാർഗ്ഗമില്ലല്ലോ. അപ്പോൾ നമ്മളത് പയ്യെ ഓവർകം ചെയ്യാൻ തുടങ്ങി. പിന്നെ ഓവർ ദ ടൈം നമ്മൾ കുറേ നല്ല വർക്കുകളൊക്കെ ചെയ്ത് കഴിയുമ്പം നമുക്ക് റിയലൈസ് ചെയ്യും പലപ്പോഴും റിജക്ട് ചെയ്യപ്പെടുന്നത് നമ്മുടെ മ്യൂസിക് മോശമായതുകൊണ്ടാവണമെന്നില്ല. ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് വേറെ ആവാൻ, ടേസ്റ്റ് വേറെ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ട ടേസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ ക്ലയൻറ്റ് ഉണ്ടാവുക. അതും ചിലപ്പോൾ അതുകൊണ്ട് റിജക്ട് ചെയ്യപ്പെടാം. അപ്പം നമ്മൾ പയ്യെ നമ്മുടെ ആ വിഷമം ഫാക്ടർ മാറ്റി വെച്ചിട്ട് വർക്കായില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ശരി അടുത്ത് ചെയ്യാം എന്നുള്ള മൈൻഡ് സെറ്റിലോട്ട് പയ്യെ മാറും. അത് ഒരു കണക്കിന് കുറേയൊക്കെ സിനിമയിൽ വന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. കാര്യം നമുക്ക് ഈ പറഞ്ഞ പോലെ റിജക്ഷൻസ് ഫേസ് ചെയ്യാൻ നേരത്ത് അത് പലപ്പോഴും ഹെൽപ്പ് ചെയ്യും. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഭയങ്കര ഗ്ലാമറൈസ്ഡ് ആയിട്ടുള്ളൊരു പുറമേ നിന്ന് കാണുന്നവർക്ക് അങ്ങനെ തോന്നും. നിങ്ങൾ പാട്ടുണ്ടാക്കുന്നു, എല്ലാവരും കേൾക്കുന്നു, ശ്രദ്ധിക്കുന്നു എന്ന് മാത്രമേ തോന്നുള്ളൂ. ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നവർക്ക് മ്യൂസിക് മാത്രമല്ല ഏതൊരു ആർട്ടിനെയും പ്രൊഫഷനാക്കി മാറ്റി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും അതിൻ്റെ അകത്ത് ഒരുപാട് ടെൻഷനും സ്ട്രഗിളും പ്രഷർ സിറ്റുവേഷൻസും ഒരുപാട് അൺനെസസറി അഭിപ്രായങ്ങളും കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണ്. അപ്പോൾ ഇതൊക്കെ ഓവർകം ചെയ്ത് പോവാന്നുള്ള. അപ്പോൾ ഇത് എ.ആർ. റഹ്മാൻ ചെയ്യുകയാണെങ്കിൽ പോലും പല കമ്പോസേഴ്സിനും പല ഡയറക്ടേഴ്സിനും വേണ്ടി അദ്ദേഹം ഒരുപാട് ട്യൂൺസ് ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് എന്താ എ.ആർ. റഹ്മാൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു ചേഞ്ച് ഇല്ലായിരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അധികം സ്ട്രഗിൾ ഇതിൻ്റെ പുറകിലുണ്ട്. ഒരുപാട് നല്ല അനുഭവങ്ങളും ഒരുപാട് മോശം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ജോലിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ശരി, ഇപ്പം ആഡിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് എത്തിക്സിന് പറ്റാത്ത ആഡുകളും വരും. അപ്പം അതിനൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യാറ്? അതായത് എനിക്ക് ഭാഗ്യത്തിന് അങ്ങനെ എത്തിക്സിന് പറ്റാത്ത രീതിയിലുള്ള ആഡ്സ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് വന്നിട്ടില്ല. പക്ഷെ ഞാൻ ചെയ്തിട്ടുള്ള ആഡിൽ ചില പാടാൻ വന്നൊരു സിംഗറിന് അവരുടെ എത്തിക്സിനോട് മാച്ച് അല്ലാത്തതുകൊണ്ട് അവർ പാടാതെ പോയിട്ടുണ്ട്. ഐ തിങ്ക് ചിക്കിങ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന് വേണ്ടി ചെയ്തപ്പോൾ സുനിത സാരഥി എന്ന് പറഞ്ഞ സിംഗർ ആണല്ലേ എൻ്റെയും, ഞാൻ എൻ്റെ വാല്യൂ പ്ലസ് കാർഡൊക്കെ എടുത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ അതിൽ പാടാൻ സുനിത സാരഥി എന്ന് പറഞ്ഞിട്ടുള്ള ഫേമസ് സിംഗറാണ് വന്നത്. പക്ഷെ ആൾക്ക് അതിനോട് താല്പര്യമില്ല. കാരണം അവർ ഈ ആനിമൽ പ്രൊട്ടക്ഷൻ റൈറ്റ്സ് എന്നൊക്കെ ഉള്ളതിലൊക്കെ ഭയങ്കര കാര്യമായി വിശ്വസിക്കുന്നതാണ്. എനിക്ക് പാടാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പിൻവാങ്ങിയിട്ടുണ്ട്. എനിക്കങ്ങനെ അങ്ങനെ നമ്മുടെ എത്തിക്സിന് ചേരാത്തതുകൊണ്ട് വേണ്ടാന്ന് വെക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ നമുക്ക് ചിലപ്പം ആഡ് തീരെ വർക്കാവാത്തത് കൊണ്ടോ ഇഷ്ടപ്പെടാത്തത് കൊണ്ടോ നമ്മൾ ചെയ്താന്ന് പുറത്ത് പറയാതിരിക്കാറുണ്ട്. അത് ഒരുപാടുണ്ട്. കാരണം പല ആഡ്സും നമുക്ക് ചിലപ്പം പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാണക്കേടാവും. അങ്ങനത്തെ വർക്കുകളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും. ജീവാംശമായി ചെയ്ത മ്യൂസിക് ഡയറക്ടറാണ് ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ഇതാണോ? അത് മാത്രമല്ല, ചിലപ്പോൾ നമുക്ക് ചില പൊട്ട ആഡൊക്കെ കാണുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് തോന്നില്ല ഇത് എന്തൊരു സാധനം ചെയ്ത് വെച്ചേക്കണെന്ന് ചോദിക്കില്ലേ. നമുക്ക് അല്ല, നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് ടി വി കാണുമ്പോൾ ചിലർ കളിയാക്കുമ്പോൾ ചിലപ്പോൾ നമുക്കറിയാതെ നമ്മൾ ചെയ്ത വർക്കായിരിക്കുമല്ലോ. പക്ഷെ പിണ്ടില്ലല്ലോ. പിന്നെ ഈ ആഡിൽ എപ്പോഴും ക്ലയന്റിന് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് കുറേ കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അതായത് നല്ല അതിമനോഹരമായ ഒരു പാട്ടുണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തെ ക്ലയന്റിന്റെ ബ്രാൻഡ് നെയിം ചിലപ്പം അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറയും. അപ്പോൾ ചിലപ്പോൾ ആ ബ്രാൻഡ് നെയിം ചിലപ്പോൾ ഒട്ടും മ്യൂസിക്കലായിട്ടൊരു വേർഡ് ആയിരിക്കണം എന്നില്ല. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ ജിങ്കിൾ ചിലപ്പോൾ കേൾക്കുമ്പോൾ നല്ല ബോറായിരിക്കും. ഇഷ്ടം പോലെ ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം അത് നമ്മുടെ അത് വർക്കാണ്. മാത്രമല്ല അതാണല്ലോ ചെയ്യേണ്ടത്. കാരണം ക്ലയന്റിന്റെ പ്രൊഡക്റ്റ് സെല് ചെയ്യാനാണല്ലോ അവർ ആഡ് ചെയ്യുന്നത്. ഇപ്പം മ്യൂസിക്കിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ റിജക്ട് ചെയ്ത അല്ലെങ്കിൽ ഈ ഒരു ഫുൾ കഥ കേട്ടിട്ടാണല്ലോ ആയിരിക്കുമല്ലോ ഒരു മ്യൂസിക് ചെയ്യുമ്പോൾ ഇതിന് ഞാൻ മ്യൂസിക് ചെയ്താൽ ശരിയാവില്ല എന്നോ അല്ലെങ്കിൽ ഇതെനിക്ക് പറ്റുന്ന ഈ ഒരു ജോണർ എനിക്ക് പറ്റില്ല എന്ന് തോന്നിയിട്ട് റിജക്ട് ചെയ്ത്, അതായത് കൈലാസായിട്ട് റിജക്ട് ചെയ്ത സാധനം പിന്നീട് അതിന്റെ പേരിൽ ഹിറ്റ് ആയിട്ടുണ്ടോ? അതായത് മ്യൂസിക്കിന്റെ പേരിൽ തന്നെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? അതെനിക്കൊന്നും ഒരുപാട് ആക്ടേഴ്സ് എപ്പോഴും സ്ഥിരമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു. അവർക്ക് വർക്കാവാത്ത സിനിമകൾ ഹിറ്റ് ആവുക എന്നുള്ളത്. അപ്പം മ്യൂസിക്കിന്റെ കേസിൽ മോസ്റ്റ് പ്രോബ്ലി അങ്ങനെ ഒരുപാട് നമുക്ക് റിജക്ട് ചെയ്യേണ്ടി വരാറില്ല. നമുക്ക് അത്രയും എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ചെയ്യാതെ വിടുന്നുണ്ടാവും. ചില എന്തെങ്കിലും റീസൺ അല്ലെങ്കിൽ ബഡ്ജറ്റിന്റെ കാര്യം കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചിലപ്പോൾ വേണ്ടാന്ന് വെക്കുക. പിന്നെ അതും ഇതിന്റെ ഭാഗമാണ്. അങ്ങനെ വിട്ട സംഭവം ഹിറ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെയാണല്ലോ, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. അതെ, ലാലേട്ടൻ ആറാം തമ്പുരാനിൽ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, സംഗീതം ഒരു അകലും തോറും ആഴം കൂടുന്ന മഹാസാഗരം, അങ്ങനെയാണ്. അപ്പം ആ ഒരു സാഗരത്തില് മുന്നേ ഉണ്ടായിരുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്, പുതിയ ഓൾറെഡി ഇപ്പം മീൻസ് ഒരു മിഡിൽ ഏജിൽ വന്നവരുണ്ട്, പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നവരുണ്ട്. ആ ഒരു സാഗരത്തിൽ കൈലാസ് മേനോൻ എന്ന മ്യൂസിക് ഡയറക്ടർ എങ്ങനെയാണ് പ്ലേസ് ചെയ്യാം? നമ്മുടെ യേശുദാസ് സാർ പറഞ്ഞിട്ടുള്ള പോലെ പകച്ചു നിൽക്കുന്ന ഒരു കുട്ടിയാണെന്നൊക്കെ പറയില്ലേ പുള്ളി, സംഗീതമാകുന്ന സാഗരത്തിന് മുമ്പിൽ. അതെനിക്ക് തോന്നുന്നു ഏതൊരു ആർട്ടിസ്റ്റ് ഏതൊരു മ്യൂസീഷ്യൻ്റെയും അവസ്ഥ അത് തന്നെയായിരിക്കും. നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട് ചില മ്യൂസീഷ്യൻസിന് ഭയങ്കരമായ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തേക്കാൾ കൂടുതൽ ഒരു തൊട്ട് മുമ്പത്തെ ജനറേഷനിലൊക്കെ നമ്മൾ കാണാറുണ്ട്, ഭയങ്കര സ്വന്തം കഴിവിൽ അഹങ്കരിക്കുന്ന, സ്വന്തം മ്യൂസിക്കിൽ ഭയങ്കര ഞാനാണ് അൾട്ടിമേറ്റ് എന്ന് കരുതപ്പെടുന്ന
ഒരുപാട് ഇൻസിഡൻസ് പലപ്പോഴും ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ നമുക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അഹങ്കരിക്കാൻ പറ്റില്ല ഒരു ആർട്ടിൻ്റെ കാര്യത്തിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയില്ല, നമുക്ക് ആകെ ഒരു പൊടി മാത്രമായിരിക്കും അറിയണ്ടാവുള്ളൂ. കാരണം അത്ര വാസ്റ്റാണ് മ്യൂസിക് മാത്രമല്ല ഏതൊരു ആർട്ടും. അപ്പോൾ അതിലെല്ലാം അറിയുന്നു എന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? നമുക്കറിയുന്നത് നമ്മുടെ പരിമിതമായ ഒരു നോളേജോ അല്ലെങ്കിൽ ആ റീജിയണൽ സർക്കിളിലുള്ള കുറച്ച് സംഭവത്തിനെ പറ്റി കുറച്ചൊക്കെ അറിയുണ്ടാവും. അത് എല്ലാം അറിയുന്ന ഒരു ഭാവം വരുമ്പോഴേക്കുമാണ് പല പല പ്രശ്നത്തിലൊക്കെ പോയി ആൾക്കാർ ചാടുക. 16-ാം വയസ്സിലാണ് ഫസ്റ്റ് ആൽബം ഇറക്കുന്നത്. അപ്പം ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചോരത്തിളപ്പുള്ള ആ ഒരു സമയമായിരിക്കും. അപ്പൊ നമ്മളെ എല്ലാത്തിനെയും ക്രിറ്റിസൈസ് ചെയ്യും. ഓ, ഈ പാട്ടോ ഇത് ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഹിറ്റ് അല്ലെങ്കിൽ ഭയങ്കര ലെവലിലേക്ക് പോയി, അങ്ങനെയൊക്കെ ആ സമയത്ത് ചിന്തിച്ചിരുന്നു? ഒരുപാട് ഉണ്ടായിരുന്നു. വളരെ സത്യസന്ധമായ ഒരു ചോദ്യമാണ് ചോദിച്ചത്. കാര്യം നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ മ്യൂസിക് ആൽബം ഒരെണ്ണം ചെയ്തപ്പം അന്നൊരു 8 പാട്ടൊക്കെ നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയത്. കാരണം നമുക്ക് കൂടുതൽ തന്നെ വീട്ടിൽ അറിയാത്തതുകൊണ്ട് നമ്മൾ അങ്ങ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ള രീതിയിലാണ്. പിന്നെ ഞാൻ ആക്ച്വലി ഔസേപ്പച്ചൻ സാറിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ പോയി. അതിനുശേഷം ഗോപി സുന്ദറിൻ്റെ കൂടെ സൗണ്ട് എഞ്ചിനീയറായിട്ട് ജോലിക്ക് ചേർന്നപ്പോഴാണ് നമ്മുടെ അഹങ്കാരം മുഴുവൻ പോയത്. കാര്യം എന്ന് വെച്ചാൽ അപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് നമുക്കൊന്നും അറിയില്ല എന്നുള്ള കാര്യം. കാരണം അതെനിക്കൊന്നു അറിവില്ലാത്ത പ്രായത്തിൽ അങ്ങനെ തോന്നാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമുക്ക് ഇപ്പോൾ പോലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ മ്യൂസിക് വീഡിയോസിലും പാട്ടിൻ്റെ അടിയിൽ കമൻ്റ് ഇടുന്നവരോ സിനിമയുടെ അടിയിൽ പോയി ഭയങ്കര കമൻ്റ് ഇടുന്ന പല ആൾക്കാരോ കൂടുതലും ഈ ഫീൽഡിൽ ഇല്ലാത്തവരോ അല്ലെങ്കിൽ അവർക്കെല്ലാം അറിയാം, എന്നിട്ട് ഇവൻ എന്താ ഈ സിനിമ എടുത്ത് വെച്ചേക്കുന്നത്, എന്ത് പാട്ടുണ്ടാക്കി വെച്ചേക്കുന്നത് പറയുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ അവർ ഈ ഫീൽഡിലോട്ട് ഇറങ്ങുകയും അല്ലെങ്കിൽ മ്യൂസിക്കിലോട്ട് ഇറങ്ങുകയും ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഡിഫിക്കൽട്ടാണ് എന്നുള്ളൊരു സത്യം മനസ്സിലാക്കുക. അല്ല, അഭിപ്രായം പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, ഇല്ലാന്നല്ല. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്കൊരു തോന്നലുണ്ടല്ലോ, എല്ലാം നമുക്കിതൊക്കെ അറിയാവുന്നൊരു തോന്നൽ മാറിക്കിട്ടണമെങ്കിൽ ഇതിലോട്ടങ്ങ് ഇറങ്ങി നമ്മുടെ ബാക്കിയുള്ളവരൊക്കെ വർക്ക് ചെയ്യുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഒരുപാട് കാര്യങ്ങൾ. എനിക്ക് ആ സ്കൂളിൽ പഠിക്കുന്ന സമയം ആൽബം ചെയ്യുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇമ്മീഡിയറ്റ്ലി ഒരു സിനിമ ചെയ്യാന്നുള്ളതായിരുന്നു. പക്ഷേ ഞാൻ ഇവരുടെ കൂടെ ജോയിൻ ചെയ്ത ശേഷം ഔസേപ്പച്ചൻ സാറിൻ്റെയും ഗോപി സുന്ദറിൻ്റെയും ഗോപിച്ചേട്ടൻ്റെയും കൂടെ ഒക്കെ ജോയിൻ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഉടനെ ഒന്നും സിനിമ ചെയ്യേണ്ട, പയ്യെ കാര്യങ്ങൾ കുറച്ചൊക്കെ പഠിച്ചതിന് ശേഷം മതി എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തുന്നത്. അതെ, ചെന്നൈയിലാണ് പഠിച്ചത്. ആ ഒരു ചെന്നൈയിൽ നിന്നൊരു മ്യൂസിക്കും ആയിട്ട് ഒരുപാട് റിലേഷൻസ് ഉള്ള ഇതാണ്. അപ്പം ആ ഒരു സ്റ്റഡി ടൈം എങ്ങനെയാണ് മ്യൂസിക്കിൽ കുറച്ചുകൂടെ ആ ഒരു പാകപ്പെടുത്തുന്നതിൽ സഹായിച്ചിട്ടുള്ളത്? ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയ സമയത്ത് ചെന്നൈ ആയിരുന്നു ഒരു മെയിൻ ഹബ്ബായിട്ട് വർക്ക് ചെയ്തിരുന്നത് സൗത്ത് ഇന്ത്യൻ മ്യൂസിക് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളെയും മ്യൂസീഷ്യൻസിൻ്റെയും കൂടെ വർക്ക് ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ ഉള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അതായിരുന്നു എൻ്റെ ഏറ്റവും കോളേജിന്റെ ഒരു ഭംഗി കണ്ടിട്ടാ എന്ന് ഞാൻ ഏതോ ഒരു ഇന്റർവ്യൂ. അതെ 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 അത് എനിക്കൊന്ന് ഏതൊരു മുമ്പ് പണ്ടിറങ്ങിയൊരു സിനിമയിലെ സിനിമയിലെ കോളേജസ് കണ്ടു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഇവിടെ വണ്ടി കയറി ചെന്നൈ പോകുന്നത്. അതിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ്, ആ സൈഡൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അങ്ങനെയൊന്നും ഒരിക്കലല്ല അവിടുത്തെ അവസ്ഥ. ഭയങ്കര ഡ്രൈ ലൈഫായിരുന്നു കോളേജ് ലൈഫൊക്കെ. പക്ഷേ സ്റ്റിൽ മ്യൂസിക്കിലോട്ട് വരുമ്പം നമ്മൾ ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളെ കാണുന്നു. അപ്പം പലപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഞാനന്ന് ആഡ്സ് ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് പല ആർട്ടിസ്റ്റുകളും വർക്കിന് വേണ്ടി വരുന്നത് ചിലപ്പം AR റഹ്മാൻ സാറിൻ്റെ സ്റ്റുഡിയോ എന്നോ ഹാരിസ് ജയരാജിൻ്റെ സ്റ്റുഡിയോ എന്നോ യുവൻ ശങ്കറിൻ്റെ സ്റ്റുഡിയോ എന്നോ അവിടുത്തെ ഒരു വർക്ക് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഇവിടെ വരിക. അപ്പം നമുക്ക് അതൊക്കെ ഓരോ കഥകളാണ്. ഇവരിൽ നിന്ന് നമ്മളപ്പം വർക്കിനേക്കാൾ കൂടുതൽ സമയം ചിലപ്പം സ്പെൻഡ് ചെയ്യുന്നത് ഇവരിൽ നിന്ന് കഥകൾ ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. അതിൽ ചില ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പം മരിച്ചുപോയി സീനു സാർ എന്ന് പറഞ്ഞൊരു മ്യൂസീഷ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹം 60 ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുമായിരുന്നു, 60 ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. അതെങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഒരു പിടിയില്ല. അത്രയും ജീനിയസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്. റഹ്മാൻ സാറിൻ്റെയും ഹാരിസ് ജയരാജിൻ്റെ കൂടെ ഇഷ്ടം പോലെ, അതുപോലെ പണ്ട് കാലം മുതലേ വർക്ക് ചെയ്തില്ല രാജ് സാർ, എല്ലാവരും കൂടെ വർക്ക് ചെയ്തിട്ടുള്ള. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ കഥകളിങ്ങനെ അവർക്ക് എല്ലാവരുമായിട്ടൊന്ന് സിങ്ക് ആവാൻ അവർക്ക് പറ്റൂല. കാരണം അവർ അത്ര ഏജ്ഡും ആണ്. അപ്പോൾ പക്ഷേ എന്തോ എൻ്റെ അടുത്ത് അവർക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ വർക്ക് നടക്കുന്ന ഒരു ഹാഫ് ആൻ അവർ 1 hour ആണെങ്കിലും ഒരു 5-6 മണിക്കൂർ ആ സെഷൻ നീണ്ടു പോകും. ഈ കഥകളും ഓരോ മ്യൂസീഷ്യൻസിൻ്റെ ക്വാളിറ്റീസും മോശം കാര്യങ്ങളും ഒക്കെ വരുന്നെന്ന് കേൾക്കാം. അപ്പോൾ ഈ ക്വാളിറ്റീസ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അതുപോലെ തന്നെ നമുക്കും ആവണമെന്ന് തോന്നാം. മോശം കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അതുപോലെ ആവരുതെന്ന് തോന്നാം. ഇതൊക്കെ ശരിക്കും ഓരോ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളുടെ ഒക്കെ വർക്ക് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് കിട്ടി. പിന്നെ ഇപ്പം മ്യൂസിക് ഫീൽഡിലുള്ള പല ആൾക്കാരും നമ്മുടെ ഒപ്പം തന്നെ തുടങ്ങിയവരാണ്. അപ്പോൾ ആ സമയത്ത് അവരുടെ കൂടെയൊക്കെ കൊളാബറേറ്റ് ചെയ്ത് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ ഇപ്പം എൻ്റെ തന്നെ പല പാട്ടുകളിലും ഇപ്പം ഞാൻ പകർനാട്ടം എന്ന് പറഞ്ഞ് പണ്ടൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ജയരാജ് സാറിൻ്റെ ഒരു മൂവി വർക്ക് ചെയ്തിരുന്നു. അതിൽ അന്ന് വയലിൻ വായിച്ചത് ഗോവിന്ദ് വസന്ത എന്നുള്ള മ്യൂസിക് ഡയറക്ടറാണ്. ജീവാംശമായാലും ഫ്ലൂട്ട് വായിച്ച വിഷ്ണു വിജയാണ്. അപ്പോൾ പലപ്പോഴും അങ്ങനെ കൊളാബറേറ്റ് ചെയ്ത് അത് ഇപ്പോഴാണെങ്കിലും ചെയ്യാറുണ്ട്, ഇല്ലാന്നല്ല. പക്ഷേ ഒരുമിച്ച് വന്ന ഒരുപാട് പേരാണ് ഇപ്പം പലരും ഫീൽഡിലുള്ളത്. എല്ലാവർക്കും ഇതുപോലെ ഓരോ കഥകൾ ഉണ്ടാവും പറയാൻ. സോഷ്യൽ മീഡിയ ഈ ഒരു മ്യൂസിക് ഫീൽഡിന് ഒരുപാട് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും സിംഗേഴ്സിന്.
അപ്പം കൈലാസേട്ടൻ്റെ പാട്ടുകൾ നോക്കിയാലും അങ്ങനെ എടുത്തിട്ടുണ്ട്, അതുപോലെ ആക്ടേഴ്സിനെ എടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് അവരുള്ള എന്ത് ഫാക്ടറാണ് ഓക്കെ ഇവരെനിക്ക് കൊള്ളാം, ഇവർ കൊള്ളാം, പാട്ട് കൊള്ളാം എന്ന് തോന്നാറുള്ളത്? ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അത് ചിലപ്പോൾ ഫീലായിരിക്കും, ചിലപ്പോൾ വോയിസ് ടെക്സ്ചർ ആയിരിക്കും, അങ്ങനെ എന്താ പറയുക, ചിലപ്പോൾ ഭയങ്കര ഹൈലി ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള സിംഗർ ആയിരിക്കാം. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്കത് അട്രാക്റ്റീവായിട്ട് തോന്നുമ്പോൾ ഞാൻ പലപ്പോഴും നോട്ട് ചെയ്ത് വെക്കും, ഞാൻ ചിലപ്പോൾ തിരിച്ച് ഫോളോ ചെയ്യും, അവരുടെ അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കും, ഒക്കെ ചെയ്യും. എന്നിട്ട് നമുക്ക് എപ്പോഴെങ്കിലും അത് ചിലപ്പോൾ സോഷ്യൽ മീഡിയ ഏതൊരു വഴി കൂടെ ആവാം ഇത് വരുന്നത്, പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടതാവാം, ഇൻസ്റ്റഗ്രാം ആവാം, ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞ ആപ്പിൽ അന്ന് എല്ലാവരും പണിയില്ലാതിരുന്ന സമയത്ത് ക്ലബ് ഹൗസിൽ കേട്ട പാട്ടാണ്. അഭിജിത്ത് എന്ന് പറഞ്ഞ സിംഗറിനെയാണ് യാതൊന്നും പറയാതെ എന്നുള്ള പാട്ടിന് അന്ന് പാടാൻ വിളിക്കുന്നത്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് എപ്പോഴാണ്, പിന്നെ ചിലപ്പം ചിലരുടെ ഭാഗ്യവും ഒക്കെ ഫേവർ ചെയ്യും. കാരണം ആദ്യം ഞാൻ ആ പാട്ട് പാടാൻ വിളിക്കുന്നത് വേറൊരു സിംഗറാണ്, അന്ന് ആൾ ഔട്ട് ഓഫ് കൺട്രി ആയിരുന്നു. അപ്പോൾ സെക്കൻഡ് ഓപ്ഷനായിട്ട് ഞാൻ അന്ന് അഭിജിത്തിനെ വിളിച്ചപ്പോൾ അത് അഭിജിത്തുമായിട്ട് സിങ്ക് എനിക്കായി. പിന്നെ 2-3-4 പാട്ടുകൾ അഭിജിത്തുമായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ ഇത് പറയാൻ പറ്റില്ല എവിടെ നിന്നാണ്. അതെ, മാത്രമല്ല ഒരു പ്രത്യേക ക്രൈറ്റീരിയ ഇല്ല ഇന്നയാളെ വിളിക്കാമെന്നോ. പല ആൾക്കാരെയും കൂടെ സത്യം പറഞ്ഞാൽ എൻ്റെ ആഡ്സ് എനിക്ക് ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത് എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടായ കാവ്യ അജിത്ത് എന്ന് പറഞ്ഞ സിംഗറാണ്. ഞാനിപ്പോൾ മ്യൂസിക് ഇപ്പോൾ ഫിലിമിൽ ചെയ്യാൻ തുടങ്ങി ഇത്ര വർഷമായിട്ട് എനിക്ക് ആദ്യമായിട്ട് കാവ്യയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ലിറ്റിൽ ഹാർട്സ് എന്ന് പറഞ്ഞൊരു മൂവി വന്നപ്പോഴാണ്. കാരണം കാവ്യക്ക് ചേരുന്നൊരു പാട്ട് എന്ന് നമുക്ക് തോന്നിയപ്പം കാവ്യയെ വിളിച്ചു. പക്ഷെ ഇത്രയും കാലമായിട്ട് ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ട് പോലും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ്, അങ്ങനെയൊക്കെയാണ് പലപ്പോഴും സംഭവിക്കുക. ഒരു പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു, പുതിയതായിട്ട് വരുന്ന സിംഗേഴ്സ് ആയാലും ഒരു കലാകാരനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് 0 എഫേർട്ടാണ് കണക്കൊക്കെ വെച്ചിട്ടുള്ളത്. അത് എന്തായിരുന്നു, അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ കാരണം എന്തായിരുന്നു? അത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ തുടങ്ങുന്ന ആർട്ടിസ്റ്റുകൾ, വളർന്നു വരുന്ന ആർട്ടിസ്റ്റ് ആണെങ്കിൽ, ഈവൻ എസ്റ്റാബ്ലിഷ് ആയ ആൾക്കാരാണെങ്കിൽ പോലും അവരെ സപ്പോർട്ട് കിട്ടുന്ന പലപ്പോഴും വളരെ കുറവാണെന്ന് തോന്നിയിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ പോലും പലപ്പോഴും നമ്മുടെ ഒന്നും മ്യൂസിക്കോ ആർട്ടോ ഒന്നും ഷെയർ ചെയ്യോ ലൈക്ക് ചെയ്യോ കമൻറ്റ് ചെയ്യോ എൻകറേജ് ചെയ്യോ ചെയ്യാറില്ല. അപ്പോൾ അത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ അത് അഫക്റ്റ് ചെയ്യുന്നത് ഒരു ബിഗിനിങ് സ്റ്റേജിലുള്ളവരോ അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണ്. അപ്പോൾ അവർക്കൊക്കെ ചിലപ്പോൾ ഒരു മോട്ടിവേഷൻ ആയിരിക്കും ഒരു കമൻറ്റോ ഒരു ഷെയറോ ഒരു ലൈക്കോ അല്ലെങ്കിൽ ഒരു അപ്രിസിയേഷനോ കൊടുക്കുക എന്ന് പറയുന്നത് അവർക്ക് വീണ്ടും ഒരു ഫ്യൂവലാണ്, വീണ്ടും മൂവ് ചെയ്യാനായിട്ട്. അതിന് നമുക്ക് ഒരു ചിലവില്ലാത്തൊരു കാര്യമാണ്. അത് ചെയ്യാവുന്ന 2-3 ആൾക്കാർക്ക് ചെയ്യാം. തീർച്ചയായിട്ടും അവരുടെ ഫ്രണ്ട് സർക്കിളിലുള്ളവർക്ക് ഡെഫിനറ്റ്ലി അത് ചെയ്യാവുന്നതാണ്. എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ, ആരെങ്കിലും ഒരാൾ ഫേമസ് ആവാൻ വേണ്ടി കാത്തിരിക്കും. ഫേമസ് ആയി കഴിഞ്ഞാൽ ആൾക്ക് അംഗീകാരങ്ങളും അപ്രിസിയേഷനും ഒക്കെ ഇങ്ങനെ ഈ പറഞ്ഞ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് തന്നെ ഇഷ്ടം പോലെ വരും. എന്നാൽ അതുവരെ ആരും എത്ര പേര് സപ്പോർട്ട് ചെയ്യുന്നു, വളരെ കുറച്ച് പേര് അത് ചെയ്യാറുള്ളൂ. പിന്നെ അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെപ്പോലെയൊക്കെ മ്യൂസീഷ്യൻസ് ആയിട്ടുള്ള ആൾക്കാർക്കും ഈ ഫീൽഡിലുള്ളവർക്കും ഒക്കെ കുറച്ച് സമയം അതിന് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഇവർക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനാണ്, അല്ലെങ്കിൽ ഒരു ബൂസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ വീണ്ടും ഹാർഡ് വർക്ക് ചെയ്യാനും ഒക്കെ. അപ്പം ഞാനെപ്പോഴും എൻ്റെ പാട്ടുകൾ പാടുന്നു, അല്ലെങ്കിൽ മറ്റ് പലരും അയച്ചു തരുന്ന പാട്ടൊക്കെ ആണെങ്കിലും അതുകൊണ്ടാണ് പലപ്പോഴും കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. കാരണം അതിൻ്റെ ഒരു കാര്യം നമുക്ക് അറിയാം, നമ്മളത് ഫേസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം നമ്മൾ ആഡ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന കാലത്താണെങ്കിലോ മ്യൂസിക് ചെയ്ത് തുടങ്ങിയ കാലത്താണെങ്കിലോ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അന്ന് കുറച്ചുകൂടെയൊക്കെ സപ്പോർട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ കിട്ടിയിരുന്നെങ്കിൽ കുറെ കൂടെ നമുക്ക് അന്നത് ഹെൽപ്പ് ചെയ്തേനെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറ്റാവുന്ന രീതിയിൽ നമ്മൾ അത് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതെ, ജീവാംശമായി ഇറങ്ങിയ സമയത്ത് കമന്റ്സ് ഒക്കെ വെയിറ്റ് ചെയ്തിരുന്ന് നോക്കിയിരുന്നു എന്ന് ഞാൻ കേട്ടു. ഇപ്പോഴും കമന്റ്സ് നോക്കും, ഫുള്ള് നോക്കും, എല്ലാം നോക്കും. ഹുക്ക് ചെയ്ത് എന്തെങ്കിലും കമന്റ്സ് ഉണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാട്ടുകളിലോ എന്തെങ്കിലും? എന്നെ പാട്ടിനെന്നില്ല, മൊത്തത്തിൽ കണ്ട ഒരു കമന്റില് സ്ട്രൈക്ക് ചെയ്തൊരു കമന്റ് അങ്ങനെ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ഒരുപാട് ഉണ്ടാവാറുണ്ട്, ചില നെഗറ്റീവ് കമന്റ്സും ഉണ്ടാവാറുണ്ട്. അപ്പം ഈ നെഗറ്റീവായിട്ടുള്ള കമന്റ്സിൽ ചിലത് നമുക്ക് ഹെൽപ്ഫുള്ളും ആവാറുണ്ട്. അതായത് അതെ, ചില ക്രിറ്റിസിസം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവാൻ ഒരു അർത്ഥമില്ല. കാരണം അത് അയാളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ മാത്രമായിരിക്കും. അതിൽ ചിലപ്പോൾ വാലിഡിറ്റി ഒന്നും ഇല്ല നമുക്ക് തോന്നാം. വാലിഡ് ആണെന്ന് തോന്നുവാണെങ്കിൽ ഞാനത് ഉൾക്കൊണ്ടിട്ട് അതിന് അക്കോർഡിംഗ്ലി എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ പോസിറ്റീവ് കമന്റ്സ് തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും ഈ മ്യൂസീഷ്യൻസ് മാത്രമല്ല എല്ലാ ആർട്ടിസ്റ്റുകൾക്കും എപ്പോഴും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവാറുണ്ട്. അവരുടെ ആർട്ടിൻ്റെ കാര്യത്തിൽ എപ്പോഴും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മൾ ശരിയായിട്ടാണോ ചെയ്യുന്നത്, ആർ വി ഗുഡ് ഇനഫ് എന്നുള്ള ചോദ്യം, ഇൻസെക്യൂരിറ്റീസ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരം ഘട്ടങ്ങളിലൊക്കെ പലപ്പോഴും ഇത്തരം കമൻറ്റ്സ്, പോസിറ്റീവായിട്ടുള്ള കമൻറ്റ്സും അംഗീകാരങ്ങളും അപ്രിസിയേഷനും ഒക്കെ ഭയങ്കരമായിട്ട് നമ്മളെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വീണ്ടും നമുക്ക് ഓക്കെ നമ്മൾ കുഴപ്പമില്ലാതെയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു ബൂസ്റ്റ് ചെയ്യാൻ കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ നോക്കി അതിനനുസരിച്ചിട്ട് നല്ല ക്രിറ്റിസിസം എടുക്കുക, അതിനനുസരിച്ചിട്ട് കറക്റ്റ് ചെയ്യാന്നൊക്കെ ഉള്ള നല്ല കാര്യം തന്നെയാണ്.
ഇപ്പം പൊതുവെ കൈലാസ് മേനോൻ എന്ന് പറയുമ്പോൾ പ്രണയഗാനങ്ങൾ അല്ലെങ്കിൽ മെലഡി ആ ഒരു റേഞ്ചിലേക്കാണ്, ഇൻഡസ്ട്രിയിൽ ആണ് മെയിൻ ആയിട്ടുള്ളത്. പക്ഷെ അതിന് ഡിഫറെൻ്റ് ആയിട്ടും സോങ്സും BGM ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും ആൾക്കാർ കൂടുതലും സമീപിക്കുക അത്തരം ഗാനങ്ങൾക്ക് വേണ്ടിയിട്ടിരിക്കും. അപ്പം ഡിഫറെൻറ്റ് ജോണർ ട്രൈ ചെയ്യുന്ന സമയത്ത് ശരിയാവുമോ, എന്നെ കൊണ്ട് പറ്റുമോ, എന്നെ പൊതുവെ എല്ലാവരും മെലഡീൻ്റെ ആ ഒരു ഇതിലാണ് വെച്ചിരിക്കുന്നത് എന്നൊരു കൺഫ്യൂഷൻ വരാറുണ്ടോ? കൺഫ്യൂഷൻ ഒട്ടുമില്ല. കാരണം നമുക്കത് പറ്റും എന്നുള്ളൊരു വിശ്വാസവും, കാരണം നമ്മൾ ഇത്രയും വർഷങ്ങൾ ആഡ് ചെയ്തത് അല്ലെങ്കിൽ 1500-ലധികം ആഡ് ചെയ്തതൊന്നും പ്രണയപ്പാട്ടുകളല്ല. അതെല്ലാ ടൈപ്പ് സോങ്സും എല്ലാ ടൈപ്പ് മ്യൂസിക്കും ഉണ്ട്. ഈവൻ സിനിമകളിൽ എടുത്താൽ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ഏത് സിനിമ എടുത്താലും അതിൽ ഒരു ലവ് സോങ് ഉണ്ടെങ്കിൽ ബാക്കി പലതും വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോങ്സ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞ സ്റ്റീരിയോ ടൈപ്പിംഗ് എല്ലാ ഇൻഡസ്ട്രിയിലും ഉള്ളതാണ്. നമ്മുടെ ഹിറ്റായ പാട്ടുകൾ നോക്കിയിട്ട് അത് ലവ് സോങ് ഒക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ പാട്ടാകുമ്പം അതിനെ വെച്ചിട്ട് ഇതാണ് ഇയാളുടെ ജോണർ എന്ന് വെച്ചിട്ട് കംഫർട്ട് എന്നുള്ള രീതിയിൽ ചിലപ്പം അങ്ങനെ സംഭവിക്കും. അത് ബ്രേക്ക് ചെയ്യപ്പെടണമെങ്കിൽ നമുക്ക് അത്തരം മൂവീസുകൾ വരണം. അതിൽ നമ്മളെ വിശ്വസിച്ചുകൊണ്ട് ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ചിലരെ നമ്മളെ ഏൽപ്പിക്കണം. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പം റീസെൻ്റായി ഇറങ്ങിയ നല്ല നിലാവുള്ള രാത്രി എന്ന് പറഞ്ഞ സിനിമ, അതെ, സാൻഡ്ര തോമസ്, ഡിഫറെന്റ് ജോണറിലാണ്, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് മെയിൽ ഓറിയന്റഡ് പടമാണ്. അതിലുള്ള പാട്ടും ഭയങ്കര ഹിറ്റ് ആയി കയറി. അതെ അതെ അതെ. അപ്പൊ അതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ സാൻഡ്ര തോമസ് എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ എന്നെ അത്രയും ട്രസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് സംഭവിച്ചതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാൻഡ്രയുടെ കൂടെ ഓൾറെഡി ഇടയ്ക്കാട് ബറ്റാലിയൻ, അങ്ങനെ കള്ളൻ ഡിസൂസ്, അങ്ങനെ കുറച്ച് മൂവീസ് വർക്ക് ചെയ്തു. അപ്പൊ ഞങ്ങൾ തമ്മിലുള്ള റാപ്പ് വളരെ നല്ല റാപ്പാണ്. ഓൾസോ ആ ഒരു കോൺഫിഡൻസ് നമ്മുടെ മേൽ ആൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആക്ച്വലി ഓക്കെ ഇന്നയാളെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് കരുതുന്നത്. അതിലത്തെ സ്കോർ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിൽ ചെയ്തതാണ്. പിന്നെ ആ സിനിമകൾ, അങ്ങനത്തെ ഡിഫറെൻ്റായി ചെയ്യുന്ന സിനിമകളൊക്കെ ശ്രദ്ധിക്കപ്പെടുമ്പോഴാണ് ഒരു മ്യൂസീഷ്യൻ എന്നുള്ള നിലയിൽ നമുക്ക് കൂടുതൽ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള അംഗീകാരം കിട്ടി. ഇയാൾ ഇങ്ങനെയും ചെയ്യും അങ്ങനെയും ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ജേക്സ് ബിജോയ് എന്ന് പറഞ്ഞ കമ്പോസറിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ജേക്സിന് ഒരു പെർട്ടിക്കുലർ ടൈമിൽ പല ജോണറിലുള്ള നല്ല മൂവീസിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു. പയ്യപ്പനും കോശിയും, ഇഷ്ക്. അപ്പോൾ ഒരു മൾട്ടിപ്പിൾ ജോണേഴ്സിലുള്ള മൂവീസിൽ ക്ലിക്ക് ആവുമ്പം നമുക്ക് നാച്ചുറലി ഡയറക്ടേഴ്സിനോ പ്രൊഡക്ഷൻ ഹൗസസിനോ തോന്നും ഇയാൾക്ക് ഏത് പോയി കഴിഞ്ഞാൽ ഏത് കൊടുത്താലും വർക്ക് ആവുമെന്ന് തോന്നും. അപ്പോൾ അത് നമ്മുടെ എല്ലാം ഫുള്ളായിട്ട് നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത്. നമുക്ക് കിട്ടുന്ന മൂവീസും ഒക്കെ പോലിരിക്കും. പലപ്പോഴും നമ്മുടെ ഈ ചില പാട്ടുകൾ കേട്ടിട്ടായിരിക്കും ചിലപ്പം അതുപോലത്തെ മൂവീസ് നമുക്ക് വീണ്ടും വീണ്ടും വരിക. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഹാപ്പൻ ചെയ്യണം. അങ്ങനത്തെ ഒരു മൂവി കിട്ടുകയും ചെയ്യണം, അത് കിട്ടുന്ന സമയത്ത് അത് ക്ലിക്ക് ആവുകയും ചെയ്യണം. അതെ, ഈ നല്ല നിലാവുള്ള രാത്രി ആ പാട്ട് താനാരോ തന്നെ, അത് നമ്മൾ മുന്നേ കേട്ട ഒരു പാട്ടാണ്. അപ്പം അതിന്റെ പേരിൽ കുറച്ച് കൺഫ്യൂഷൻസും ആ വരികൾക്ക് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ആ മ്യൂസിക് കേൾക്കുമ്പോൾ പെട്ടെന്ന് ആ പഴയ വരികളിലോട്ടാ പോവാ. അതെങ്ങനെയായിരുന്നു? അതൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു? അത് ഡെലിബറേറ്റ്ലി തന്നെ അങ്ങനെ ചെയ്തതാണ്. ഡയറക്ടർ മർഫിയുടെ ഒരു ഐഡിയ ആയിരുന്നു അത്. നമ്മൾ ഈ പറയുന്ന ഭരണിപ്പാട്ട് എന്നൊക്കെ പറഞ്ഞ എല്ലാവരും കേട്ടിട്ടുള്ള ഭരണിപ്പാട്ടിനെ വേറൊരു രീതിയിൽ പ്രസന്റ് ചെയ്യുക. എന്നാൽ ആ പാട്ടിൻ്റെ അകത്ത്, നമ്മൾ ചെയ്ത പാട്ടിൻ്റെ അകത്ത് യാതൊരുവിധ വൃത്തികേടുകളും ഒന്നുമില്ല. പല വരികളും മാറിക്കഴിയുമ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ അർത്ഥം മാറും. പക്ഷെ അതിൻ്റെ ഒറിജിനൽ സോങ് അറിയാവുന്നവർക്ക് അതിൻ്റെ വേറൊരു സൈഡ് അറിയുന്നുണ്ടാവാം. പക്ഷെ നമ്മൾ ചെയ്തതിൻ്റെ അകത്ത് യാതൊരുവിധമായ മോശമായ കാര്യങ്ങളും ഇല്ല. അപ്പോൾ അതൊരു ഡയറക്ടറിൻ്റെ ഒരു ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ആയിരുന്നു അങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഞാനും അത് വളരെയധികം എൻജോയ് ചെയ്തു. കാരണം ഇല്ല, ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും മോശമായിട്ട് ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ ആ അതിൻ്റെ അകത്ത് ഒന്നും വരികളിലോ പാടിയതിലോ ഒന്നിലും യാതൊരുവിധ കാര്യങ്ങളും മോശമായിട്ടില്ല. മറ്റേത് അതിന്റെ വേറൊരു വേർഷനാണ് ആക്ച്വലി ഒരുപാട് മോശം കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത്. സാന്ദ്ര തോമസിന്റെ ഒരു ഇന്റർവ്യൂ നോക്കിയ സമയത്ത് പെട്ടെന്ന് ആരോ പറഞ്ഞിട്ടാണ് സാന്ദ്ര തോമസ് ഇത് പറയുന്നത്, നോക്കി അങ്ങനെ ഒരു തെറിപ്പാട്ടാണത്, അപ്പോൾ അതങ്ങനത്തെ വരികൾ വരുമെന്ന്. ഇപ്പോൾ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു സാന്ദ്രയ്ക്ക്. അതെ 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 ഉണ്ട്. അതായത് സാന്ദ്രയ്ക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതിന് കൊടുത്തൊരു വാലിഡ് ആയിട്ടുള്ളൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു വരി എടുത്തിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും മോശം പറയാൻ പറ്റുമോ എന്നുള്ളതാ. ഇല്ല, പറയാൻ പറ്റില്ല. കാര്യം നമ്മൾ എഴുതിയതിനെ പറ്റിയല്ലേ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വേറൊരു പാട്ട് പണ്ട് അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് ഇതിങ്ങനെയെന്ന് പറയുന്നതിൽ യാതൊരു കാര്യമില്ല. പക്ഷേ എനിക്കൊന്ന് ഒരേ ഒരു റേഡിയോ സ്റ്റേഷൻ മാത്രം ആ സോങ് പ്ലേ ചെയ്തിട്ടില്ല. ബാക്കി എല്ലാവരും പ്ലേ ചെയ്തു. ആ റേഡിയോ സ്റ്റേഷൻ അത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു എന്തുകൊണ്ട് പ്ലേ ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിനകത്ത് എന്തെങ്കിലും മോശമായിട്ടുണ്ടോ. പക്ഷെ അവരില്ല, അത് ഞങ്ങൾക്ക് താല്പര്യമില്ല പ്ലേ ചെയ്യാൻ, അവരിഷ്ടം. പിന്നെ നമ്മൾ ഈ ലിറിക്സിലേക്ക് വരുന്ന സമയത്ത് ഒരു ലിറിക്സ് കൈ കിട്ടിയതിന് ശേഷമായിരിക്കുമല്ലോ മോസ്റ്റ്ലി മ്യൂസിക് ഒക്കെ ചെയ്യാം. അതെ, അങ്ങനെ ആവുമ്പോൾ നേരെ തിരിച്ചുകൊണ്ട്. അപ്പം ഒരു ലിറിക്സ് കൈ കിട്ടുമ്പോൾ നമുക്ക് ആ സാഹചര്യവും തരും. അപ്പം ചില ഹമ്മിങ് ഒക്കെ പോകുന്ന സമയത്ത് ഇന്നേ സമയത്ത് ഈ വിഷ്വലായ കൊള്ളാം എന്നൊക്കെ തോന്നിയിട്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? വിഷ്വലിൽ എന്ത് വേണം? നമ്മൾ കഥ കേട്ട് നമ്മൾ കമ്പോസ് ചെയ്യുമ്പോൾ എല്ലാ കമ്പോസേഴ്സിനും മനസ്സിൽ വിഷ്വൽസ് ഒരുപാടുണ്ടാവും. അതിൽ വളരെ അപൂർവമായിട്ടാണ് നമ്മൾ ആഗ്രഹിച്ച
ലെവലിലോ അല്ലെങ്കിൽ ആഗ്രഹിച്ചതിനേക്കാൾ അപ്പുറത്തോ സോങ്സ് പിക്ചറൈസ് ചെയ്യപ്പെടുന്നത്, പ്രത്യേകിച്ച് മലയാളം ഇൻഡസ്ട്രിയിൽ. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് മലയാളത്തിൽ സോങ്സ് പിക്ചറൈസ് ചെയ്യാൻ ഇപ്പം, പണ്ടങ്ങനെയല്ല, ഇപ്പം വേണ്ടത്ര ഇമ്പോർട്ടൻസ് പലപ്പോഴും കൊടുക്കാറില്ല എന്ന് തോന്നാറുണ്ട്. കാരണം നമ്മൾ പഴയ പ്രിയദർശൻ സാറിൻ്റെയും ലാൽ ജോസ് സാറിൻ്റെയും ഈവൻ പഴയ ഏതൊരു പാട്ട് എടുത്തു കഴിഞ്ഞാലും സോങ്സിന് അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് വിഷ്വലിയും കൂടെ പലപ്പോഴും കൊടുക്കാറുണ്ട്. അത് വളരെയധികം കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിൽ കാണുന്ന, പ്രതീക്ഷിക്കുന്ന, നമ്മൾ തന്നെ ഹിറ്റായതായോ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെട്ടതായ പല പാട്ടുകളും നമ്മൾ മനസ്സിൽ കണ്ടിരിക്കുന്ന പലപ്പോഴും അതിനേക്കാൾ എത്രയോ വേറൊരു രീതിയിലായിരിക്കും അതിൻ്റെ എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുക. അത് കുറെ കൂടെ ഇവർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഒരുപാട് പാട്ടുകൾ ചെയ്യുമ്പം നമുക്ക് തോന്നാറുണ്ട്. എനിക്കൊന്ന് മറ്റ് ഇൻഡസ്ട്രിയിൽ തമിഴിലൊക്കെ കുറെ കൂടെ ഒരു സോങ്ങിന് ഇമ്പോർട്ടൻസ് പിക്ചറൈസ് ചെയ്യാൻ കൊടുക്കാറുണ്ട്. സെല്ലിംഗ് പോയിന്റ് അതാണ് ആക്ച്വലി പലപ്പോഴും ഇവിടെ വിട്ടുപോകുന്നത്. അതായത് ഒരു സോങ് നന്നായിട്ട് പിക്ചറൈസ് ചെയ്ത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ സിനിമയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ക്രൗഡ് പുൾ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പലരും റിയലൈസ് ചെയ്യുന്നില്ല. അവിടെ സംഭവിക്കാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഷൂട്ട് എന്ന് പറയുന്ന സംഭവം 40 ദിവസം വെച്ച് കഴിഞ്ഞാലും പലപ്പോഴും 45 ദിവസം 50 ദിവസമൊക്കെ ആയിട്ട് ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യും. എത്ര ദിവസം വെച്ചാലും ഇത് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് പലപ്പോഴും. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പം അവർ കോംപ്രമൈസ് ചെയ്യുന്നത് സോങ്ങിലായിരിക്കും. കാരണം അവർക്ക് സീനിൽ ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അവർ സോങ്ങിലെ അവർ ആഗ്രഹിച്ചിരുന്നുള്ള ഷോർട്സ് പലതും വേണ്ടാന്ന് വെക്കും. കാരണം ഡേയ്സ് കുറയ്ക്കാനായിട്ടും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അതിൽ കുറച്ചുകൂടെയൊക്കെ സോങ്സിന് വേണ്ടി ഈയിടയ്ക്ക് എനിക്ക് സോങ്സ് അതിമനോഹരമായിട്ട് പിക്ചറൈസ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നിയിട്ടുള്ള തല്ലുമാല എന്ന് പറഞ്ഞ മൂവി. അപ്പോൾ ഖാലിദ് റഹ്മാൻ അത്ര ഇമ്പോർട്ടൻസോടുകൂടിയാണ് ആ സോങ്സ് പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതുപോലെ അപൂർവം സിനിമകളിലാണ് സോങ്സ് മനോഹരമായിട്ട് ഇപ്പം നമുക്ക് പിക്ചറൈസ് ചെയ്യപ്പെട്ട് കാണാറുള്ളതെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പം മ്യൂസിക്കിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം മെയിൻലി രാഗ ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നതിന് അപ്പുറം ഇപ്പം പുതിയ പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സ് ആയാലും കുറേയൊക്കെ ഒരു റാപ്പ് കൾച്ചർ നമ്മുടെ മലയാളം മൂവീസിൽ വരുന്നുണ്ട്. ആ ഒരു റാപ്പ് കൾച്ചറിനോടും അതെങ്ങനെയാണ് സിങ്ക് ആയി പോകുന്നത്? ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ലിറ്റിൽ ഹാർട്സിലെ ഒരു പാട്ട് ഡാപ്സിയുടെ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവരുമായിട്ട് എങ്ങനെയാണ് ഒരു സിങ്ക്? എല്ലാവരും മ്യൂസീഷ്യൻസ് ആണ്, എല്ലാവരും ആർട്ടിസ്റ്റുകളാണ്. ഇതിന് ഇന്ന സംഭവത്തിന് നമ്മൾ മാറ്റി നിർത്തണമെന്നോ അല്ലെങ്കിൽ അംഗീകരിക്കാതിരിക്കണമെന്നോ ഒന്നും ഒരു നിർബന്ധമില്ല. ഓരോ കാലത്തിൻ്റെതായ ട്രെൻഡുകളും ഇതൊക്കെ. റാപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് കാലാകാലങ്ങളായിട്ട് ഉള്ളതാണ്. നമ്മുടെ ഇവിടെ നാട്ടിൽ കഴിഞ്ഞ ഒരു ഫ്യൂ ഇയേഴ്സ് ആയിട്ടാണ് മലയാളം റാപ്പ് നല്ലതായിട്ട് ചെയ്യുന്ന ആൾക്കാർ വന്നപ്പം അത് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇന്റർനാഷണൽ ലെവലിൽ പോലും അക്ലെയിംഡ് ആയി തുടങ്ങിയപ്പം. അതുകൊണ്ട് ഇപ്പോൾ കറന്റ്ലി ഉണ്ടാക്കുന്ന ഒരു ട്രെൻഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക പടങ്ങളിലും ഒരു റാപ്പ് സോങ് ഉണ്ടാവുക എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ നല്ലൊരു ചേഞ്ചാണ്. പക്ഷേ ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ആൾക്കാർക്ക് തൽക്കാലത്തേക്ക് അതിനോടൊരു താല്പര്യക്കുറവുണ്ടാവാം. അപ്പം വീണ്ടും അടുത്തൊരു സ്റ്റൈലിലോട്ട് മാറും. ഇതൊരു എപ്പോഴും കീപ്പ് ഓൺ ചേഞ്ചിങ് എന്ന് പറയുന്ന സംഭവമാണ്. അപ്പം ഞാനിപ്പോൾ എന്നെ വെൽക്കം ചെയ്യുന്നേ ഉള്ളൂ. കാര്യം അല്ലാതെ നമ്മളതൊക്കെ എന്തൊരു സ്റ്റൈൽ വരുമ്പോഴും നമ്മളതിനെ പുറംതിരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഔട്ടായി പോയുള്ളൂ. അല്ലാതെ അതവിടെ ഉണ്ടാവും എന്തായാലും. അപ്പം ഇഷ്ടപ്പെട്ട റാപ്പർ ഉണ്ടോ? അപ്പം ഒരുപാട് റാപ്പേഴ്സ് ഉണ്ട് മലയാളത്തിൽ തന്നെ. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ? എനിക്കിപ്പോൾ റീസെൻ്റ്ലി ഡാപ്സിയുടെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാര്യം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പല ട്രാക്സും തോന്നാറുണ്ട്. ഇറങ്ങുന്ന പടങ്ങളിലൊക്കെ എല്ലാം പാട്ടുണ്ട്, എല്ലാം ഹിറ്റുമാണ്. അപ്പം ലിറിസിസ്റ്റുകളുടെ കാര്യം നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരുപാട് ലിറിസിസ്റ്റുകളുണ്ട്. അപ്പം വരി കൈ കിട്ടുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഇത് കുറച്ച് ടാസ്ക് ആണല്ലോ, അല്ലെങ്കിൽ ചില വേർഡ്സ് ഇപ്പം ജീവാംശമായി വന്നപ്പോഴും ആ ഒരു വേർഡിന് അലരെ വന്നപ്പോഴും അങ്ങനെ ലിറിക്സിൽ വരുന്ന എങ്ങനെയാണ് ആ ഒരു മ്യൂസിക്കിലേക്ക് ചെല്ലുമ്പം ചില കൺഫ്യൂഷൻസ് അല്ല ടെൻഷൻസ് ഈ ലിറിക്സ് ഞാൻ എങ്ങനെ പാട്ട് പലപ്പോഴും ട്യൂൺ ചെയ്തിട്ടാണ് ഇന്നത്തെ കാലത്ത് ലിറിക്സ് എഴുതുന്നത്. അപ്പോഴും ഇതേ ചോദ്യം ഉണ്ടാവാം. അതായത് ട്യൂൺ ചെയ്തിട്ട് എഴുതി വരുന്ന ലിറിക്സോ അല്ലെങ്കിൽ എഴുതി തരുന്ന ലിറിക്സോ ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി സിങ്ക് ആവാം. പലപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് മാറ്റങ്ങൾ വരുത്തി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് പലപ്പോഴും പല പാട്ടുകളും ഉണ്ടാകുന്നത്. എനിക്ക് പെർട്ടിക്കുലർലി എനിക്ക് ലിറിക്സ് ഭയങ്കര ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ആളാണ്. എനിക്ക് പാട്ടിലെ വരികൾ നന്നാവണമെന്നുണ്ട്. പിന്നെ ചില പെർട്ടിക്കുലർ പാട്ടിലെ ചില ട്യൂണുകളൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരു ഫീല് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന ലിറിക്സ് ആവണം, അതിനോട് ചേർന്ന് നിൽക്കുന്ന സൗണ്ടിങ് ആയിരിക്കണം എന്നൊക്കെയുള്ള ചില നിർബന്ധങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ആ ലിറിസിസ്റ്റുമായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ലിറിസിസ്റ്റ് ആണെങ്കിൽ വർക്ക് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് പലപ്പോഴും നമുക്ക് അവരൊരിക്കലും നമ്മളൊരു സെഷൻ പറയുമ്പോൾ അത് പറ്റില്ല, അങ്ങനെ പറ്റില്ല എന്നുള്ള അനുഭവം എനിക്ക് പണ്ട് ഉണ്ടായിട്ടുണ്ട്. അതായത് ആഡ് പണ്ടൊരിക്കൽ ചെയ്ത സമയത്ത് ഒരു ഫേമസ് ആയിട്ടുള്ള ലിറിസിസ്റ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ പുള്ളി എഴുതി വന്നപ്പോൾ ഞാൻ ചെയ്ത ട്യൂണുമായിട്ട് നിൽക്കുന്നില്ല ആ മ്യൂസിക്. എന്ന് വെച്ചാൽ മ്യൂസിക്കിനോട് പോലെ അല്ല അതിൻ്റെ സൗണ്ടിങ്, പെട്ടെന്ന് ടോട്ടലി വേറെ പോലെ ആയിപ്പോയി.
അപ്പോൾ ഞാൻ ആ ലിറിസിസ്റ്റിനെ വിളിച്ചിട്ട് ഇത് നമ്മുടെ സൗണ്ടിങ്ങുമായിട്ട് മാച്ച് ആവുന്നില്ല, നമുക്ക് 1-2 ഓപ്ഷൻ അവിടെ കിട്ടും, ഇന്ന ഏരിയയിൽ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ പുള്ളി എന്നെ എടുത്ത വഴിക്ക് തെറി വിളിച്ചു. ലൈക്ക് എൻ്റെ അടുത്ത് ലിറിക്സ് മാറ്റി പറയാൻ നീ ആരാണ്, നിനക്ക് ഇതിനെപ്പറ്റി എന്തറിയാന്നുള്ള രീതിയിൽ. ഇത് എൻ്റെ തുടക്കകാലത്തെ ഒരു അനുഭവമാണ്, ആഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞാനപ്പോൾ പുള്ളിയുടെ അടുത്ത് ചോദിച്ചായിരുന്നു, നമ്മൾ ടീമായിട്ടൊരു സംഭവം ചെയ്യുകയാണ്, അതിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ആവുന്ന രീതിയിൽ ചെയ്യാന്നുള്ളതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അല്ലാതെ ഇതിനകത്ത് നീ ആരും ഞാനാരും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ വളരെ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റിയലൈസ് ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുക, മാത്രമല്ല ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഞാൻ തരുന്നതാണ് എല്ലാം എന്നുള്ള രീതിയിൽ നമുക്കും ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് അതും പറ്റില്ല. അപ്പോൾ ഇതൊരു കൈൻഡ് ഓഫ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക്. ചിലപ്പോൾ പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന സജഷൻസ് അവർക്ക് ഇഷ്ടപ്പെടും, അവർ പറയുന്നത് ചിലപ്പോൾ അവർ സ്ട്രിക്റ്റ് ആയിട്ട് പറയും, ഇല്ല കൈലാസ് ഈ സംഭവം വളരെ നല്ലതാണ്, എനിക്ക് ഉറപ്പുണ്ട് ഇത് വർക്ക് ആവുമെന്ന് ഉറപ്പുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ ട്രസ്റ്റ് ചെയ്യും, അപ്പോൾ അത് കീപ്പ് ചെയ്യും. അങ്ങനെ വർക്കായിട്ടുള്ള പാട്ടുകളുണ്ട്. അപ്പോൾ ഇതൊരു കൈൻഡ് ഓഫ് ഒരു ക്രിയേഷൻ എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു സംഭവമാണ്. അതെ, അപ്പം ഒരുപാട് പേരുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവല്ലോ. അപ്പം ജീവാംശമയില് ശ്രേയാ ഘോഷാൽ ഞാൻ കേട്ടിട്ടുണ്ട്, അവരുടെ പ്രൊഫഷണലിസം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താണ് അവരിൽ കണ്ടൊരു ബെസ്റ്റ് ക്വാളിറ്റി എന്ന് തോന്നിയിട്ടുള്ളത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രേയാ ഘോഷാൽ മാത്രമല്ല, നമ്മൾ ഇവിടുത്തെ ലെജൻഡറി സിംഗേഴ്സ് എന്ന് പറയപ്പെടുന്ന പല മ്യൂസീഷ്യൻസിനും എന്താ പറയുക, കോമൺ ആയിട്ട് ചില ക്വാളിറ്റീസ് ഉണ്ട്. അതാണ് അവരെ ലെജൻസ് ആക്കി മാറ്റുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ചിത്ര ചേച്ചിയുടെ 2 സോങ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്, SPB സാറിൻ്റെ കൂടെ ആഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞ പോലെ ശങ്കർ മഹാദേവൻ്റെ കൂടെ ആഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല മ്യൂസീഷ്യൻസ് നല്ല സിംഗേഴ്സിൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ്. അതായത് അവർ റെഡിയാണ്, ഏത് രീതിയിൽ ഔട്ട്പുട്ട് തരാനാണെങ്കിലും, എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും, എത്ര നന്നായിട്ട് അത് പാടാനായിട്ടോ അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാനായിട്ടും ബെറ്റർ ആക്കാനായിട്ടും അവർ റെഡിയാണ്. അവർ അത്രയും റെസ്പെക്റ്റ് മ്യൂസീഷ്യനും മ്യൂസിക് ഡയറക്ടറിനും സൗണ്ട് എഞ്ചിനീയറിനും ഒക്കെ കൊടുക്കുന്നുണ്ട്, ലിറിസിസ്റ്റിനും. അപ്പോൾ ഈ പറഞ്ഞ എല്ലാവർക്കും കോമൺ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവർ പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് അത് ആരെഴുതിയ പാട്ടാണെന്ന് എഴുതി വയ്ക്കും, നോട്ട് ചെയ്യും. ആര് മ്യൂസിക് ചെയ്തു, ആരെഴുതി, ഏത് പ്രൊഡക്ഷൻ ഹൗസാണ്, ആര് ഡയറക്ടർ, എല്ലാം നോട്ട് ചെയ്ത് അത്രയും ഇമ്പോർട്ടൻസ് ആണ് അവർ ഓരോ പാട്ടിനും കൊടുക്കുന്നത്. ചിത്ര ചേച്ചിയുടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത്ഭുതമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കാരണം ഇത്ര കൊല്ലം ഇത്ര 1000 പാട്ടുകൾ പാടിക്കഴിഞ്ഞിട്ട് പുള്ളിക്കാരി ഒരു പാട്ട് പാടാൻ വരുമ്പോൾ അതിന് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. ചേച്ചിയാണെങ്കിൽ പാട്ട് പാടിക്കഴിഞ്ഞിട്ട് ചേച്ചി ഞാനിതൊന്ന് ഫോണിലൊന്ന് റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് വീട്ടിൽ പോയിട്ട് കേട്ട് നോക്കാനാണ്. അപ്പോൾ ഞാൻ ശരി ചേച്ചി കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ചേച്ചി റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് അടുത്ത ദിവസം എന്നെ വിളിച്ചേക്കാണ്, കൈലാസ് എനിക്ക് ഈ 1-2 സാധനങ്ങളൊന്ന് മാറ്റിയെടുത്താൽ കൊള്ളാമെന്നുണ്ട്, കുറച്ചുകൂടെ തന്നെ. അപ്പോൾ ഇത്ര കൊല്ലം കഴിഞ്ഞവർ പാടുമ്പോഴും അവർക്ക് ആ ഒരു ഫയർ ഉണ്ടല്ലോ. അതുപോലെ ചേച്ചിയുടെ വീട്ടിലൊരിക്കൽ പോയപ്പം ചേച്ചിയുടെ എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുകുട്ടികളെ പോലെയാണ്. ചേച്ചി കൈലാസ് ഞാൻ തെലുങ്കിൽ പണ്ടൊരു പാട്ട് പാടി, ആരും ശ്രദ്ധിക്കാത്തൊരു പാട്ട്, പക്ഷെ ഭയങ്കര നല്ല പാട്ടാണ്. ചേച്ചി ആ പാട്ട് കേൾപ്പിച്ച് തരിക, വിദ്യാസാഗർ സാറിന് വേണ്ടി പാടി, കന്നഡത്തിൽ ഇങ്ങനെ ഒരു സംഭവം പാടി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്കിങ്ങനെ മറ്റേ മണിച്ചിത്രത്താഴിലെ ഗംഗ മാല എടുക്കില്ലേ, അപ്പോൾ ഉള്ള പോലത്തെ ഒരു എക്സൈറ്റ്മെന്റാണ് കാണാൻ കിട്ടുന്നത്. അതായത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ ഒരു ഫയർ ഉണ്ടല്ലോ, ആ ഫയർ ആണ് ആക്ച്വലി അവരെ ഇപ്പോഴും ഇത്ര കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് എനിക്ക് ഏതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഏതൊരു ആർട്ടിസ്റ്റ്, അത് മ്യൂസീഷ്യൻ ആയിരിക്കാം, ആക്ടർ ആയിരിക്കാം, നമ്മൾ മോഹൻലാൽ സാറിനെ പറ്റിയൊക്കെ കേൾക്കാറില്ലേ, ഇപ്പോഴും എന്ത് പാഷനാണ്, ഡെഡിക്കേഷൻ ആണെന്നൊക്കെ പറയുന്നത്. അത് കമൽഹാസൻ സാറിനെ പറ്റി ഇടയ്ക്ക് കേട്ടതാണ്. അവൈഷൺമുഖി എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പൈപ്പിലൂടെ കയറി ബിൽഡിങ്ങിൽ കയറി പോകുന്ന ഒരു സീൻ ഉണ്ട് അത്ര. അപ്പോൾ അതിന്റെ ആർട്ട് ഡയറക്ടർ തലേദിവസം രാത്രി പൈപ്പ് സെറ്റ് ചെയ്തപ്പോൾ രാത്രി 12 മണിക്ക് പുള്ളി വന്നിട്ട് അതിൽ കൂടെ കയറി മുകളിൽ കയറിയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് അടുത്ത ദിവസം വന്ന് ഷൂട്ട് ചെയ്തു. അപ്പോൾ ആ ഡെഡിക്കേഷൻ, ആ ഒരു പാഷനാണ് അവരെയൊക്കെ നിർത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള ലെജൻഡറി ആയിട്ടുള്ള ഏതൊരു മ്യൂസീഷ്യൻസിനോട് വർക്ക് ചെയ്യുമ്പോഴും കാണാൻ പറ്റുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ള ക്വാളിറ്റീസ് ഇതൊക്കെയാണ്. ഇപ്പം മ്യൂസിക്കിന്റെ തിരക്കുകൾക്കിടയിലും നമ്മൾ പൊതുവെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം മകന്റെ രുദ്രപ്പൻ, എനിക്ക് ഇപ്പം 4 വയസ്സായിട്ടുണ്ട്, അപ്പം വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അപ്പം ചേച്ചി ഇപ്പം നിങ്ങൾ ആക്ച്വലി ഒരു ഫ്രണ്ട്ഷിപ്പ് പിന്നെ പ്രണയിച്ച് വിവാഹം കഴിച്ചു, ഫാമിലിക്ക് ടൈം എങ്ങനെയാണ് ഈ ഒരു തിരക്കുകൾക്കിടയിലും അതിലേക്കുള്ളൊരു ടൈമിംഗ് എങ്ങനെയാണ് കൊടുക്കാറുള്ളത്? അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം നമുക്ക് ബേസിക്കലി അൾട്ടിമേറ്റ്ലി എല്ലാവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് എല്ലാവരും ഏറ്റവും വലിയ ഒരു ആഗ്രഹം. അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പല രീതിയിൽ കിട്ടും. എനിക്ക് എന്നല്ല, നമുക്ക് എല്ലാവർക്കും ഫാമിലിയും അതുപോലെ നമ്മുടെ വർക്കും എല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനുവേണ്ടി മാക്സിമം സമയം കണ്ടെത്താൻ ശ്രമിക്കുക. കാരണം ഇതൊന്നും ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്ന സമയമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വർക്കും തിരക്കുകളും എന്തുണ്ടെങ്കിലും ബാലൻസ് ചെയ്യാൻ എല്ലാവർക്കും പറ്റും തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് നമ്മുടെ ചോയ്സാണ്.
നമുക്ക് ഫുൾ ടൈം ഇതിൻ്റെ അകത്തിരിക്കണോ, ഇതിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കണോ, അതോ ബാലൻസ് ചെയ്യണോ? അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാവും. ചിലപ്പോൾ ഇതിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്ന ആൾക്ക് ചിലപ്പം കരിയറിൽ ചിലപ്പോൾ അതിൻ്റെതായ കുറച്ചുകൂടെ ഗ്രോത്ത് ഉണ്ടാവുമായിരിക്കാം. പക്ഷെ അൾട്ടിമേറ്റ്ലി തിരിഞ്ഞു നോക്കുമ്പം മകൻ്റെ കൂടെ സമയം ഞാൻ സ്പെൻഡ് ചെയ്തില്ല എന്നൊരു റിഗ്രറ്റ് ഉണ്ടായാൽ പിന്നെ കഴിഞ്ഞില്ലേ, പിന്നെ ഈ എന്തൊക്കെ പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ. അപ്പം ഞാനിപ്പം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇപ്പം ഫാമിലിയുടെ കൂടെ ആണെങ്കിലും അതെ, മകൻ്റെ കൂടെ ആണെങ്കിലും അതെ, മാക്സിമം സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളൊരു, കാരണം എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജനറേഷനിലുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് പേർക്ക് ഒരുപാട് ആങ്സൈറ്റി ഇഷ്യൂസും ഡിപ്രഷനും മെൻ്റൽ ആയിട്ടുള്ള കുറേ സ്ട്രഗിൾസും ഒക്കെ ഉള്ളതിന് മേജർ റീസണായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരുടെ അപ്ബ്രിങ്ങിങ്ങിൽ ഉണ്ടായിട്ടുള്ള പ്രോബ്ലവും അതുപോലെ പാരൻറ്റിങ്ങിൽ ഉണ്ടായിട്ടുള്ള ഇഷ്യൂസും അവർക്ക് വേണ്ടത്ര ശ്രദ്ധ കിട്ടാത്തതുകൊണ്ടും ഒക്കെ ആയിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ, അത് മാക്സിമം സമയം സ്പെൻഡ് ചെയ്യുക, അവരുടെ കൂടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക, തിരിച്ച് ഷെയർ ചെയ്യപ്പെടുക, അതൊക്കെയാണ് അതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ മ്യൂസിക്കൊക്കെ അത്രയും പാഷനാണ്, എല്ലാം ഉണ്ടെങ്കിൽ പോലും അൾട്ടിമേറ്റ്ലി വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പം നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർ വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. ആ ഒരു സന്തോഷമാണ് അൾട്ടിമേറ്റ് സന്തോഷമായിട്ട് കരുതുന്നത്. ചേച്ചി ഭയങ്കര ക്രൂര ക്രിറ്റിസിസം ആണോ അതോ നോർമൽ ക്രിറ്റിസിസം പാട്ടിലൊക്കെ? ക്രിട്ടിസൈസ് ചെയ്യും. അമ്മയും ചേച്ചിയും രണ്ടുപേരും നല്ല രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യും. അതായത് അവർക്ക് ഒരു കാര്യം വെച്ചാൽ അവർ തന്നെയാണ് എൻ്റെ മ്യൂസിക്കിൻ്റെ ഏറ്റവും വലിയ ഫാൻസും അവർ തന്നെയാണ്. ഈ രണ്ടുപേരും തന്നെയാണ്. എനിക്കൊന്നും എൻ്റെ അമ്മയ്ക്കുള്ളത്ര ഫയർ എനിക്കില്ലാന്ന് തോന്നുന്നു. അമ്മയുടെ അത്രയും ഫയർ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പം ഞാൻ ഇതിനേക്കാൾ കൂടുതൽ വലിയ വലിയ സിനിമകളൊക്കെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. കാരണം അത്രയും നീ എന്താണ് മറ്റേ ഈ ഇന്ന ആളൊന്ന് നീ കോൺടാക്ട് ചെയ്ത് നോക്ക്, ഇയാളൊന്ന് വിളിച്ചു നോക്ക് എന്നൊക്കെ അമ്മയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു അമ്മ അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ അങ്ങനെ പറയുന്നത്. അപ്പോൾ അത്രയും അവർ രണ്ടുപേരും എന്നെക്കാൾ എക്സൈറ്റഡ് ആണ്. നമുക്ക് കിട്ടുന്ന ഓരോ അംഗീകാരങ്ങളിലും നമ്മുടെ പാട്ടുകൾ ശ്രദ്ധിക്കപ്പെടുമ്പോഴൊക്കെ എന്നെക്കാൾ എക്സൈറ്റഡ് ആവുന്നത് അവരാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മോശമായ എന്തെങ്കിലും വർക്കോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അവർ തുറന്ന് പറയുകയും ചെയ്യും. പലപ്പോഴും ഇത് കറക്റ്റ് ആവാറുണ്ട്. ഓക്കെ, ഇപ്പം ചേട്ടനെ കാണാൻ അങ്ങനെ പറയുന്നത് സുന്ദരനാണല്ലോ. ഇപ്പം മ്യൂസിക് ഡയറക്ടേഴ്സ് എല്ലാ മേഖലയിലുള്ള ആളുകളും സിനിമയിലേക്ക് പോകുന്നുണ്ട്, ഡയറക്ടേഴ്സ് ആയിരുന്നവർ. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വിശേഷം എന്ന് പറയുന്നത് ആനന്ദ് മധുസൂദൻ ലീഡിങ് റോളിൽ വരും. സിനിമയിലേക്ക് അഭിനയത്തിലേക്ക് ട്രൈ ചെയ്തിട്ടുണ്ടോ? ആഗ്രഹമുണ്ടോ? അതിനുള്ള ധൈര്യം എനിക്കില്ല. അഭിനയിക്ക് പേടിയാണോ? എനിക്ക് അതിനുള്ള എനിക്കൊരു ഫോട്ടോയ്ക്ക് ഇപ്പം നമ്മളിപ്പോൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ വളരെ ചിലപ്പോൾ കൂളായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. പക്ഷെ എൻ്റെ അടുത്ത് പുള്ളി ഒന്ന് കട്ട് ചെയ്ത് നമുക്കൊരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആവും, ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാന്നൊക്കെ. അപ്പൊ അത്രയും പോലും ധൈര്യം ഇല്ലാത്തവരത്തിൽ ഇങ്ങനെ അഭിനയിക്കാൻ പറ്റും? ഭാവിയിൽ ചിലപ്പം എനിക്ക് തോന്നില്ല. ചാൻസ് കിട്ടുകയാണെങ്കിൽ ട്രൈ ചെയ്യാം എന്ന് അറിയില്ല. മേ ബി ചിലപ്പോൾ നമ്മുടെ ആ ഒരു ഭയം, മേ ബി ആ ഒരു കോൺഷ്യസ് ഒരു ഫീൽ ഉണ്ടല്ലോ, അതില്ലാത്തവർക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു നാണവും അല്ലെങ്കിൽ മാനവും ഇല്ലാത്ത ആൾക്കാർ എന്തും ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രമാണ് ഈ ഫീൽഡിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുക. അതിനുള്ളൊരു ധൈര്യം എനിക്കുണ്ടെന്ന് തോന്നില്ല എനിക്ക്. എനിക്കറിയില്ല. ഞാൻ ലാസ്റ്റ് ചെറിയ റാപ്പിഡ് ഫയർ ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ? എ.ആർ. റഹ്മാൻ. ഫേവറേറ്റ് മ്യൂസിക് കമ്പോസിഷൻ അദ്ദേഹത്തിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ കോമൺലി? അദ്ദേഹത്തിന്റെ തന്നെ പാട്ട് പറയും, കണ്ണാളനെ എന്നുള്ള സോങ് ഭയങ്കര ഫേവറേറ്റ് ആണ്. ഫേവറേറ്റ് ലിറിസിസ്റ്റ്? മലയാളമാണെങ്കിലും പുറത്തുനിന്ന് ഏത് ഭാഷയാണെങ്കിലും മൊത്തത്തില് ഒരു ഇന്ത്യൻ ലിറിസിസ്റ്റുകളിൽ ഏറ്റവും ഫേവറേറ്റ്? അത് ആക്ച്വലി പറഞ്ഞ കുറെ പേരുണ്ട്. പിന്നെ അപ്പൊ ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിലാണെങ്കിൽ എനിക്ക് ഗിരീഷ് പുത്തഞ്ചേരി സാറും കൈതപ്രം സാറും ആണ് ഏറ്റവും ഇഷ്ടമുള്ളത്. ഫേവറേറ്റ് ബിജിഎം? ഫേവറേറ്റ് ബിജിഎം മണിച്ചിത്രത്താഴ്. മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സിൽ ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കംഫർട്ട് ആയിട്ടുള്ള? ഫേവറേറ്റ് വയലിൻ. വയലിൻ ഇവിടെ ഉണ്ടോ? നമുക്കൊന്ന് വായിക്കാം. അത് പക്ഷെ എനിക്ക് തൊടാൻ പോലും അറിയില്ല. ഇല്ല, വയലിനിസ്റ്റുകൾക്കല്ലേ വായിക്കാൻ പറ്റൂ, ഞാൻ വയലിനിസ്റ്റ് അല്ല. ചെയ്ത് നോക്കിയിട്ടില്ലേ? അല്ല, നമ്മൾ പഠിക്കാതെ ചെയ്തിട്ട് കാര്യമില്ല, കാരണം അത്രയും ടഫ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. ശരിയാ. ചെയ്തിട്ടുള്ളതിൽ വെച്ച് അല്ലെങ്കിൽ സ്വന്തം ചെയ്താലും കണ്ടിട്ടുള്ളതായാലും ഫേവറേറ്റ് ആഡ്? ഫേവറേറ്റ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് അല്ലേ? ടയോട്ടയുടെ ഒരു പഴയൊരു ആഡ് ഉണ്ട്, ഞാൻ ചെയ്തതല്ല. എനിക്ക് ഓർമ്മയുള്ള ഇതാണ്, ഒരു കാർ ഹൈവേയിലൂടെ പോകുമ്പോൾ പെൺകുട്ടി കൈ കാണിച്ച് നിർത്താൻ നോക്കുന്ന ഒരു ആഡ് ഉണ്ട്. അത് കാണാത്തൊരു യൂട്യൂബിൽ പോയി ടയോട്ട ആഡ് സെർച്ച് ചെയ്താൽ മതി. ഫേവറേറ്റ് ജോണർ മ്യൂസിക്കിൽ? ഫേവറേറ്റ് ജോണർ അത് എനിക്ക് കേൾക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം മെലോഡിയസ് ആയിട്ടുള്ള സോങ്സ് തന്നെയാണ്. ഒരിക്കലും നടക്കില്ല എന്ന് തോന്നുന്ന പക്ഷെ നടക്കാൻ ആഗ്രഹമുള്ള ഒരു കാര്യം? ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അത് എ.ആർ. റഹ്മാൻ വെച്ചൊരു പാട്ട് പാടിക്കുക എന്നുള്ളത്. അതെ, അദ്ദേഹം ഇന്നുവരെ വേറെ ആർക്കും വേണ്ടി പാടിയിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് പറഞ്ഞു ഒരിക്കലും നടക്കില്ല എന്ന്. ഭാവിയിൽ ചിലപ്പോൾ നടക്കുമായിരിക്കും, മാറി ചിന്തിക്കുമല്ലോ.
പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു സർപ്രൈസ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് കിട്ടില്ല, എന്നാലും അങ്ങനെ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാതെ കിട്ടിയ ഒരു ഗിഫ്റ്റോ അല്ലെങ്കിൽ കോംപ്ലിമെന്റോ ഇന്നയാളെ അടുത്തുനിന്ന് അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? എക്സ്പെക്ട് ചെയ്യാതെ, അതായത് നമ്മൾ ഈ ജീവാംശമായി എന്നുള്ള പാട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരിക്കലും അത് ഇത്രയും സക്സസ്ഫുൾ ആവുന്നുള്ളത് എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു, ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അത് ഒരു വലിയൊരു എന്താ പറയുക ഭാഗ്യമായിരുന്നു. ആ പാട്ടിനെ സംബന്ധിച്ച് ഒരുപാട് ഇതുപോലെ കോംപ്ലിമെന്റ്സ് വിചാരിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും എക്സ്പെക്ട് ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ ഏഷ്യ വിഷൻ അവാർഡ്സ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പം ലിജോ ജോസ് പെല്ലിശ്ശേരി എൻ്റെ അടുത്തൂടെ വരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത് ഇരിക്കുന്ന ആരുടെ അടുത്ത് പോകുന്നത്, എൻ്റെ അടുത്ത് വന്നിട്ട് പാട്ട് ഗംഭീരമായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞിട്ട് പുള്ളിങ്ങ് പോയി. അപ്പം ഞാൻ ഒരിക്കലും പറഞ്ഞു, പുള്ളിയുടെ പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കത്തില്ലോ ജീവാംശം എന്നുള്ള പാട്ട് ഇഷ്ടപ്പെടുന്നു. വേറൊരു മൂടാണ്. അപ്പം അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവർ ചെയ്യുന്ന ആർട്ട് വെച്ചിട്ട് അവരെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അവർ കാറിലൊക്കെ ഇതൊക്കെ കേട്ടോണ്ടായിരിക്കും പോകുന്നുണ്ടാവും. ഏതെങ്കിലും ആക്ടറിന്റെ സൗണ്ട് കേട്ടിട്ട് കൊള്ളാലോ ഇവർക്ക് പാടിക്കൂടെ എന്ന് തോന്നുന്നു? മീൻസ് ഇപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അങ്ങനെ ഏതെങ്കിലും ഒരു ആക്ടറിന്റെ തോന്നിയിട്ടുണ്ടോ? സൗണ്ട് കേട്ടിട്ടില്ല. സൗണ്ട് ഇപ്പം ഗുരുവായൂർ അമ്പലം നടല്ല അജു വർഗീസിനൊക്കെ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത. അതെ അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്റിൽ ഹാർട്സ് എന്ന് പറഞ്ഞ മൂവി ചെയ്തപ്പം ജാഫർ ഇടുക്കിനെ വെച്ചിട്ട് ഒരു പാട്ട് പാടിക്കാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് പല കാരണങ്ങൾ കൊണ്ട് സമയത്തിൻ്റെ ഡേറ്റിൻ്റെ ഇഷ്യൂ കൊണ്ട് നടന്നില്ല. വേറെ വൈഷ്ണവ് എന്ന സിംഗറാണ് അത് പാടിയത്. എനിക്കെന്തോ ആ പാട്ട് പുള്ളി ഇതുവരെ പാടിയിട്ടൊന്നും ഉണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കമ്പോസ് ചെയ്തപ്പം അത് ജാഫർ ഇടുക്കിയുടെ വോയിസിൽ വന്ന നന്നായിരിക്കും തോന്നിയായിരുന്നു. ഇനി ചിലപ്പോൾ അങ്ങനെ ഒരു ജോണർ വന്നൊന്നുകൂടെ അതെ 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 ചോദിച്ചാൽ മതി. ബെസ്റ്റ് പ്രൊഫഷണലിസം ഉണ്ടെന്ന് തോന്നിയിട്ടുള്ള മ്യൂസിക് സിംഗേഴ്സ് ആയാലും മൊത്തത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള ചിത്ര ചേച്ചി, സുനിത സാരഥി എന്ന് പറഞ്ഞ സിംഗർ. ഓക്കെ, ഇത് കൺഫ്യൂഷൻ ആക്കി ആഡ് ഓർ ഫിലിം മ്യൂസിക്? രണ്ടും. അതെ, രണ്ടും. ഒരിക്കലും ആഡ് എനിക്ക് ഒരിക്കലും വിടാൻ പറ്റില്ല. കാരണം അതൊരു ഈ നേരത്തെ പറഞ്ഞൊരു കണ്ടിന്യൂസ് വർക്ക് ഫ്ലോ ആണ്. അത് ഒരിക്കലും അതെ, സിനിമ ചിലപ്പോൾ നമുക്ക് നാളെ ഇല്ലാതാവാം. കാരണം അങ്ങനെയാണല്ലോ ചരിത്രം നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും അപ്സ് ആൻഡ് ഡൗൺസ് വരും ഒക്കെ ഉണ്ടാവും. പക്ഷെ ആഡ്സ് നമ്മൾ വിചാരിക്കുന്നിടത്തോളം നമുക്ക് ചെയ്യാൻ പറ്റും, ബിസിനസ് ഉള്ളിടത്തോളം. അതെ, ഞാൻ ചെയ്യുന്ന പാട്ടില് ഈ ഒരു നായകനെ അഭിനയിച്ചാൽ കൊള്ളാമെന്നുണ്ട്, അങ്ങനെ ഉണ്ടോ? ഈ ഒരു നായകൻ അഭിനയിച്ചാൽ കൊള്ളാം പാട്ടിനെ എനിക്ക് മ്യൂസിക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആക്ടർ മോഹൻലാൽ ആണ്. പക്ഷെ ഞാൻ ഇട്ടിമാണി എന്ന് പറഞ്ഞ സിനിമയിൽ ചെയ്ത കാരണം എനിക്ക് ആ സന്തോഷം കിട്ടി. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള രണ്ട് വേറെ നടന്മാർ, ഒന്ന് ഫഹദ് ഫാസിൽ, ഡെഫിനറ്റ്ലി മമ്മൂക്ക, പിന്നെ സൂര്യ. തമിഴിലേക്കും അല്ലെങ്കിൽ മലയാളത്തിലേക്ക് സൂര്യ. ഒരു പെർട്ടിക്കുലർ ട്യൂൺ കിട്ടി ആലോചിച്ചിട്ട് ഓക്കെ കൊള്ളാം, അപ്പം ഫോണൊന്നും കയ്യിലില്ല, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് റെക്കോർഡ് മറന്നു പോയിട്ടുണ്ടോ? അങ്ങനെ ഒരുപാട് സംഭവിക്കും, അത് സംഭവിക്കും. നമ്മൾ വിചാരിക്കും ഇതിപ്പോൾ ഓർത്തെടുക്കാന്ന് കരുതും, പക്ഷെ പിന്നെ കിട്ടില്ല അത്. അതെ, ലാസ്റ്റ് യൂട്യൂബ് കമന്റ്സ് എന്നെ ബാധിക്കാറുണ്ട്. ബാധിക്കാറുണ്ട്, നല്ല രീതിയിലും മോശം രീതിയിലും, തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് കോമൺ മാൻ, അല്ലെങ്കിൽ കോമൺ മാൻ അല്ല, ഓഡിയൻസ് സിനിമയ്ക്കും മ്യൂസിക്കിനും അല്ലെങ്കിൽ എന്തിനും ആർട്ടിസ്റ്റുകൾക്കൊക്കെ എതിരെ കമൻറ്റ് ചെയ്യുമ്പോൾ, ഒരു സിനിമ കണ്ട് ഇനി ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുമ്പം ഒരു സഭ്യത കീപ്പ് ചെയ്തിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. കാരണം ഇവരൊക്കെ ഇത് നന്നായിരിക്കും, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുള്ള പ്രതീക്ഷയിൽ ചെയ്യുന്നതാണ്. പല കാരണങ്ങൾ കൊണ്ട് അത് ചിലപ്പോൾ വർക്ക് ആവാതെ വരും. അപ്പോൾ ഇത്തരം മോശപ്പെട്ട കമൻസ് ഒക്കെ കാണുമ്പോൾ ഇവരെ അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം അത് ഓഡിയൻസ് എന്ന നിലയിൽ അത് മനസ്സിലാക്കി റെസ്പോൺസിബിളായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാം, പക്ഷേ അത് ഒരു മാന്യമായ രീതിയിലായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു തോന്നിയിട്ടുണ്ട് എപ്പോഴും. ഓക്കെ, അപ്പം എന്തായാലും ഇപ്പം അടുപ്പിച്ച് സിനിമകളൊക്കെ ഉണ്ട്. അപ്പം ഇനി വരാനിരിക്കുന്ന പ്രൊജക്ട്സ് ഒക്കെ ഏതൊക്കെയാണ്? ഇപ്പം 2-3 മൂവീസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊരു തമിഴ് മൂവിയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫസ്റ്റ് തമിഴ് മൂവിയാണോ? ഫസ്റ്റ് തമിഴ് മൂവിയാണ്. അതെ, ഒരു തെലുഗു മൂവിയുണ്ട്. അതെ, എല്ലാ ഭാഷയിലേക്കും പോവാണ്. അതെ. അപ്പം എന്തായാലും ബെസ്റ്റ് വിഷസ്. താങ്ക് യു മായ. ഇനിയും കണ്ടുമുട്ടാൻ തീർച്ചയായിട്ടും, ഇനി എന്തായാലും കണ്ടുമുട്ടും. ഇനി കണ്ടുമുട്ടും നമുക്ക് ചേച്ചിനെയും രുദ്രപ്പനെയും ഉറപ്പായിട്ടും, കൂട്ടിയിട്ട്. തീർച്ചയായിട്ടും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.